എല്ലാവർക്കും സ്നേഹവന്ദനം. ഈ വചന പഠന മീറ്റിംഗിലേക്ക് ജോയിൻ ചെയ്ത എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചം വളരെ സങ്കീർണമാണ്. ഈ പ്രപഞ്ചത്തിന്റെ സങ്കീർണതയെ മനസ്സിലാക്കുവാൻ എല്ലാ കാലത്തും മനുഷ്യൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിന്റെ ആരംഭത്തെക്കുറിച്ചും അതിന്റെ സങ്കീർണതകളെക്കുറിച്ചും മനസ്സിലാക്കുവാനായിട്ട് അത് പലപ്പോഴും അതിന് പറ്റാതെ അതിൽ അതിശയപ്പെടുകയും ചെയ്യുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ പല നിഗമനങ്ങളിലേക്കൊക്കെ മനുഷ്യന് പല കാലഘട്ടത്തിൽ എത്തുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലും മനുഷ്യൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, പലതരത്തിലുള്ള നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്, നിഗമനങ്ങളിൽ എത്തുന്നുണ്ട്. എന്നാൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് ആ നിഗമനങ്ങളോ കണ്ടെത്തലുകളോ പലപ്പോഴും പോകുന്നില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, ഇതിനെക്കുറിച്ചുള്ള സംവാദങ്ങള്, തർക്കങ്ങള് ഒക്കെ പലതരത്തിൽ പല കോണുകളിൽ നടക്കുന്നുണ്ട്. എന്നാൽ ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ച് ദൃശ്യമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിന്, ഈ സൃഷ്ടി വസ്തുക്കൾക്കെല്ലാം പുറകിലേക്ക് പോകുമ്പോൾ അത് ഒരു അദൃശ്യമായ തലത്തിലേക്ക് കൂടി നീളുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഈ സങ്കീർണമായിട്ടുള്ള വിഷയത്തെ നമ്മൾ ഇന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ദൃശ്യമായതും അദൃശ്യമായതും എന്ന തലക്കെട്ടിൽ നമ്മൾ ഈ വിഷയത്തെ സമീപിക്കുന്നു. നമ്മെ ഇതിന് സഹായിക്കുന്നത് പ്രിയ ബെന്നി സഹോദരനാണ്. സഹോദരനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൃശ്യമായതും അദൃശ്യമായതും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ തലക്കെട്ടായിട്ട് കൊടുത്തത്. അതൊരു അല്പം സങ്കീർണമായ ഒരു തലക്കെട്ടാണ്. ഒരുപക്ഷെ അതെന്താണ് എന്ന് ഒറ്റയടിക്ക് കണ്ടാൽ മനസ്സിലാവുകയില്ല എന്ന് തോന്നുന്ന ഒരു തലക്കെട്ടാണ്. എന്തായാലും കാണുന്ന കാര്യങ്ങളുണ്ട് എന്ന് നമുക്കറിയാം, കാണാത്ത കുറേ കാര്യങ്ങളുമുണ്ട് എന്നും നമുക്കറിയാം. ഈ കാണുന്ന കാര്യങ്ങളും കാണാത്ത കാര്യങ്ങളും, അതാണ് ദൃശ്യം അദൃശ്യം, വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ. ഈ രണ്ട് തലങ്ങൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഏത് വസ്തുക്കളെ സംബന്ധിച്ച് ചിന്തിച്ചാലും ഉണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള വസ്തുക്കളെ കുറിച്ച് പറയുമ്പോൾ അതുണ്ട്. ഈ വലിയ പ്രപഞ്ചത്തെ കുറിച്ച് പറയുമ്പോഴും അതുണ്ട്. കാണുന്ന ഒരു തലം, സ്പർശിക്കാവുന്ന, അളക്കാവുന്ന, പരിശോധിക്കാവുന്ന ഒരു തലം. എന്നാൽ പരിശോധനകൾക്കും കാഴ്ചകൾക്കും അളവിനും ഒക്കെ അപ്പുറത്തുള്ള അദൃശ്യമായ മറ്റൊരു തലം. അങ്ങനെ രണ്ട് തലങ്ങൾ ഉണ്ട്. അപ്പോൾ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പറയുന്ന ഒരു പ്രസിദ്ധമായ പ്രഖ്യാപനം എബ്രായ ലേഖനം 11 അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലുണ്ട്. എബ്രായ ലേഖനം 11 അധ്യായം നമുക്ക് ഒരുപാട് വായിക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അധ്യായമാണ്. എന്നാൽ അതിലെ 3-ാമത്തെ വാക്യം ഒരു സവിശേഷമായ വാക്യമാണ്. ഒരുപക്ഷെ എബ്രായ ലേഖനത്തിന്റെ 11-ാം അധ്യായത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു വാക്യമാണ് ഈ 3-ാമത്തെ വാക്യം. ആ വാക്യം സത്യവേദ പുസ്തകത്തിൽ ഇങ്ങനെയാണ്, ഞാൻ വായിക്കാം. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ഇംഗ്ലീഷിൽ അതെങ്ങനെയാണ്: ബൈ ഫെയ്ത്ത് വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ യൂണിവേഴ്സ് വാസ് ഫോംഡ് അറ്റ് ഗോഡ്സ് കമാൻഡ് സോ ദാറ്റ് വാട്ട് ഈസ് സീൻ ഈസ് നോട്ട് മെയ്ഡ് ഔട്ട് ഓഫ് വാട്ട് വാസ് വിസിബിൾ. NIV. ഇനി സമകാലിക വേർഷൻ MCV ഇങ്ങനെയാണ് പറയുന്നത്: ദൈവവചനത്താൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് വിശ്വാസത്താൽ നാം മനസ്സിലാക്കുന്നു. അങ്ങനെ ദൃശ്യമായതെല്ലാം അദൃശ്യമായതിൽ നിന്ന് ഉളവായി എന്ന് നാം അറിയുന്നു. 2-3 വ്യത്യസ്ത ഭാഷാന്തരങ്ങൾ വായിച്ചത് കുറച്ചുകൂടി ആ ആശയം വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ഇവിടെ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ, നാം അറിയുന്നു, നാം മനസ്സിലാക്കുന്നു, വി അണ്ടർസ്റ്റാൻഡ്, വി നോ എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഈ വാക്യത്തിന്റെ ഒരു പ്രധാന കാര്യം അതാണ്. നാം ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ നാം ഒരു കാര്യത്തെ കുറിച്ചാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഒരു കാര്യം നാം കാണുന്നു, അറിയുന്നു, ഒരു കാര്യം നാം മനസ്സിലാക്കുന്നു, അറിയുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് അത് എങ്ങനെ അറിയുന്നു എന്നതിനാണ് അവിടെ പ്രാധാന്യം കൊടുത്തത്. എങ്ങനെ അറിയുന്നു? നമുക്ക് അറിവ്
നേടാൻ അല്ലെങ്കിൽ അറിവ് സമാഹരിക്കാൻ പല പല വഴികളുണ്ട്. അറിവിനെ കുറിച്ച് തന്നെയുള്ള ഒരു അറിവുണ്ട്. അങ്ങനെ ഒരു അറിവുണ്ട്. ആ അറിവിനെ കുറിച്ച് പറയുന്നത് എപ്പിസ്റ്റമോളജി എന്നാണ്. വിജ്ഞാന ശാസ്ത്രം എന്ന് പറയും. എന്ന് വെച്ചാൽ അറിവിനെ കുറിച്ചുള്ള അറിവാണ്. മനുഷ്യൻ എങ്ങനെയാണ് അറിവ് സമ്പാദിക്കുന്നത്, അറിവ് സമാഹരിക്കുന്നത്, അറിവിനെ സമീപിക്കുന്നത് എന്നിങ്ങനെയുള്ള ഒരു പഠനശാഖ, അതിനെക്കുറിച്ച് നടത്തുന്ന പഠനമാണ് എപ്പിസ്റ്റമോളജി അല്ലെങ്കിൽ വൈജ്ഞാനിക ശാസ്ത്രം, വിജ്ഞാന ശാസ്ത്രം എന്നൊക്കെ അതിനെക്കുറിച്ച് പറയും. അപ്പോൾ ഇവിടെ അറിവിനെ കുറിച്ചാണ് പറയുന്നത്. നാം അറിയുന്നു, മനസ്സിലാക്കുന്നു എന്നുള്ള വാക്കാണ്. എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലായോ എന്നുള്ള വാക്ക് നമ്മൾ എവിടെയാണ് സാധാരണ കേൾക്കാറ്? മനസ്സിലായോ എന്നുള്ള ചോദ്യം നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ടായിരുന്നു. അത് സ്കൂളുകളിൽ കേൾക്കുന്ന ചോദ്യമാണ്. അധ്യാപകരാണ് ആ ചോദ്യം ചോദിക്കുക. അവര് ഒരു കാര്യത്തെ വിശദീകരിച്ച് തരാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ വിശദീകരിച്ചു തന്ന ശേഷം കുട്ടികളോട് ചോദിക്കുന്നു, വിദ്യാർത്ഥികളോട് ചോദിക്കുന്നു, മനസ്സിലായോ എന്ന് ചോദിക്കുന്നു. അണ്ടർസ്റ്റാൻഡ് എന്നൊരു ചോദ്യം ചോദിക്കുന്നു. പിന്നീടും അവർ ഒന്നുകൂടി വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. വീണ്ടും ആ വിശദീകരണത്തിനും അല്ലെങ്കിൽ തെളിവുകൾക്കും ഒക്കെ ശേഷം വീണ്ടും അവർ ചോദിക്കുന്നു, നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദ്യം ചോദിക്കുന്നു. അപ്പൊ മനസ്സിലായോ എന്നുള്ള വാക്ക് ഒരു ഒരു വൈജ്ഞാനിക ശാസ്ത്രത്തിന്റെ ഒരു വാക്കാണ്. അപ്പോൾ അവിടെയാണ് നാം, പ്രത്യേകിച്ച് അർത്ഥശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രയോഗമാണ് ഈ മനസ്സിലായോ എന്നുള്ള പ്രയോഗം. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. നാം അറിയുന്നു, നാം മനസ്സിലാക്കുന്നു. ഒരു കാര്യം നാം അറിയുന്നു, നാം മനസ്സിലാക്കുന്നു. അപ്പൊ ഇതൊരു എപ്പിസ്റ്റമോളജിയെ സംബന്ധിച്ചുള്ള ഒരു പ്രസ്താവനയാണ്. നാം എങ്ങനെയാണ് ഒരു കാര്യം, ഒരു പ്രധാനപ്പെട്ട സത്യം നാം അറിയുന്നത്, മനസ്സിലാക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഇവിടെ ഈ കാര്യം പറയുന്നത്. അപ്പൊ ഈ ഒരു അറിവ് ഈ അധ്യായത്തിന്റെ ഈ ഒരു വാക്യത്തിൽ ഇങ്ങനെ പറയാനായിട്ട് എന്താണ് കാരണം? ഇത് പ്രപഞ്ചോൽപത്തിയെ കുറിച്ചാണ്. എങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടായി വന്നത്, ഉളവായി വന്നത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ അറിവ് നമ്മുടെ ജീവിതത്തെയൊക്കെ ഏറ്റവും സ്വാധീനിക്കുന്ന, നിയന്ത്രിക്കാൻ ശക്തിയുള്ള ഒരു അറിവാണ് എന്നതുകൊണ്ടാണല്ലോ ഈ പ്രസ്താവന ഇവിടെ പറയാനായിട്ടുള്ള കാര്യം. കാരണം എബ്രായ ലേഖനത്തിന്റെ 11-ാം അധ്യായത്തിന്റെ ശേഷമുള്ള വാക്യങ്ങളിൽ നമ്മൾ കുറെ മനുഷ്യരെയാണ് കാണുന്നത്. ആ മനുഷ്യർ വളരെ അസാധാരണമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത ആളുകളുണ്ട്, അല്ലെങ്കിൽ കുറെ ആളുകൾ സാധാരണ കാര്യങ്ങൾ ചെയ്ത ആളുകളുണ്ട്. പക്ഷെ അവരുടെയൊക്കെ ഒരു സവിശേഷത, അവർ വിശ്വാസത്തിന്റെ വലിയ ജീവിതം ജീവിച്ച ആളുകളാണ്. അപ്പോൾ ആ ജീവിതം ജീവിക്കാനായിട്ട് അവരെ സഹായിച്ചത് ഈ ഒരു അറിവാണ്, ഈ ഒരു മനസ്സിലാക്കലാണ് എന്നുള്ളതാണ് ഈ വാക്യത്തെ ഇങ്ങനെ വെക്കാനായിട്ട്, അങ്ങനെ വെച്ചതിന്റെ പിന്നിലുള്ള ഒരു ലോജിക്ക് എന്ന് നമുക്ക് ചിന്തിക്കാം. ബൈബിളിന്റെ മറ്റു പല ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ എന്ത് ദൈവം സൃഷ്ടിച്ചു എന്നതിനെ കുറിച്ചൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ദൈവം സൃഷ്ടിച്ചത്? ഇപ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് ആദ്യം പറയുന്നു. പിന്നെ ഓരോ സൃഷ്ടിച്ചതിനെ കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. പിന്നെ മറ്റ് വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ ഒക്കെ നമ്മൾ എല്ലാറ്റിനെയും സൃഷ്ടിച്ചു, സകലത്തെയും സൃഷ്ടിച്ചു എന്നുള്ള, അങ്ങനെ എന്തിനെ സൃഷ്ടിച്ചു എന്നതിനെ കുറിച്ച് ബൈബിൾ ധാരാളം പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ ദൈവം എങ്ങനെ സൃഷ്ടിച്ചു, എന്തിനെ സൃഷ്ടിച്ചു എന്നുള്ള, എത്രത്തോളം സൃഷ്ടിച്ചു എന്നതിനെ കുറിച്ചല്ല, ഈ സൃഷ്ടിയെക്കുറിച്ച് നാം എങ്ങനെ അറിയുന്നു എന്നതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അറിവിനാണ്, അല്ലെങ്കിൽ ഈ മനസ്സിലാക്കലിനാണ് ഇവിടെ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു ഊന്നൽ. അപ്പോൾ നാം പറഞ്ഞതുപോലെ വി അണ്ടർസ്റ്റാൻഡ്, വി നോ, നാം അറിയുന്നു, നാം മനസ്സിലാക്കുന്നു എന്നൊക്കെ ഈ പറഞ്ഞ വാക്കുകളിലൂടെ, അത് അറിവിന്റെ ലോകത്തെ വാക്കുകളാണ് എന്ന് നാം പറഞ്ഞു. അപ്പോൾ സെമാൻറ്റിക്സ് അഥവാ അർത്ഥശാസ്ത്രം, അതിന്റെ ഭാഷയാണത്. അപ്പോൾ അത് വെച്ചിട്ട് ചോദിക്കുകയാണ്, ഈ ലോകം ദൈവമാണ് സൃഷ്ടിച്ചത് എന്ന് ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി മനസ്സിലാക്കുന്നു എന്നാണ് ഈ വാക്യം പറയുന്നത്. പക്ഷെ അത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അവിടെയാണ് വിശ്വാസം വരുന്നത്. ആ വിശ്വാസം ഒരു അറിവ് എങ്ങനെയാണ് വിശ്വാസമായി മാറുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരു ദൃശ്യമായ ലോകമുണ്ട്, ദൃശ്യമായ ഒരു മേഖലയുണ്ട്, നമ്മുടെ ശരീരത്തിലുണ്ട്, നമ്മുടെ ജീവിതത്തിലുണ്ട്, നാം ഇടപെടുന്ന എല്ലാ കാര്യങ്ങളിലുമുണ്ട്, പദാർത്ഥങ്ങളിലുണ്ട്, ലോകത്തിലുണ്ട്. ഇപ്പോൾ ഒരു അല്പം ശാസ്ത്ര വാക്കുകൾ കടമെടുത്ത് ചിന്തിച്ചാൽ, ഒരു വസ്തുവിനെ കുറിച്ച് ചിന്തിക്കുക, ഒരു മേശയെ കുറിച്ച് ചിന്തിക്കുക. ഈ മേശ ഉണ്ടാക്കിയിരിക്കുന്നത് തടി കൊണ്ടാണ് എന്ന് നാം പറയുന്നു, നമുക്കത് കാണാൻ സാധിക്കും. പക്ഷെ ഈ തടി എന്ന് പറയുന്നത് കുറച്ചുകൂടി ആഴത്തിലേക്ക് കടന്നു ചിന്തിച്ചാൽ, ആ തടി ഉണ്ടാക്കിയിരിക്കുന്നത് തടിയുടെ
നിർമ്മാണം നടത്തിയിരിക്കുന്നത്, തടി എന്നുള്ള വസ്തു നിർമ്മിച്ചിരിക്കുന്നത് അതിലെ കോശങ്ങൾ കൊണ്ടാണ് എന്ന് നാം പറയുന്നു. അതിനുള്ളിലേക്ക് പോയാൽ, കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോയാൽ അതിൽ ചില മൂലകങ്ങൾ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു. ഈ മൂലകങ്ങളുടെ ഉള്ളിലേക്ക് പോയാൽ അതിനേക്കാൾ ചെറിയ ആറ്റങ്ങൾ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു. ഇതൊക്കെ നമുക്ക് ഏകദേശം ഇത്രയും കാലത്തെ അറിവുകൾ കൊണ്ട് ശാസ്ത്രം നമുക്ക് പറഞ്ഞു തന്ന കുറെ അറിവുകളാണ്. ഈ ആറ്റവും കഴിഞ്ഞ് ഉള്ളിലേക്ക് പോയാൽ സബ് ആറ്റോമിക് പാർട്ടിക്കിൾ അല്ലെങ്കിൽ സബ് ആറ്റോമിക പദാർത്ഥങ്ങൾ എന്ന് പറയുന്ന ആറ്റത്തേക്കാൾ ചെറിയ ചില വസ്തുക്കളുണ്ട് എന്നാണ് ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് കുറേയൊക്കെ അറിയാം. ആ വസ്തുക്കൾ ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് തുടങ്ങിയ ചില സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട്. ഇനി അതിന്റെ അപ്പുറത്തേക്ക് പോയാൽ വീണ്ടും ചില കാര്യങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഈ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിനേക്കാൾ ലഘുവായ ചില കണങ്ങൾ കൊണ്ട് ആണ് എന്ന് ചിന്തിക്കുന്നു. വാസ്തവത്തില് നമുക്ക് കാണാൻ കഴിയുന്ന തലം ആറ്റത്തിന്റെ തലം കൊണ്ട് ഏകദേശം തീരുകയാണ്. ആറ്റം തന്നെ നമുക്ക് കാണാൻ സാധാരണ നിലയിൽ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ മറ്റു പല തെളിവുകൾ കൊണ്ടൊക്കെ നമ്മൾ ഏകദേശം അതിനെക്കുറിച്ച് ബോധ്യം വന്നിട്ടുണ്ട്. എന്നാൽ അതിന് താഴേക്കുള്ള തലത്തേക്ക് എത്തി നിൽക്കുമ്പോൾ നമ്മുടെ അറിവ് അവിടെ വാസ്തവത്തിൽ കാഴ്ചയുടെ ലോകം അവിടെ അവസാനിക്കുകയാണ്. നാം അദൃശ്യമായ ഒരു ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനെക്കുറിച്ച് ഇപ്പോൾ പല സിദ്ധാന്തങ്ങളൊക്കെ ആളുകൾ പറയാറുണ്ട്. ഇപ്പൊ സ്ട്രിംഗ് തിയറി എന്ന് പറയുന്ന ഒരു തിയറി ഒക്കെയാണ് പ്രാബല്യത്തിലുള്ളത്. പലരും അതിനെക്കുറിച്ചാണ് അങ്ങനെയുള്ള ഒരു തിയറി വെച്ചാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് പാർട്ടിക്കിൾ ഫിസിക്സ് എന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ ഈ ന്യൂട്രോൺസ്, പ്രോട്ടോൺസ് തുടങ്ങിയ വസ്തുക്കളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ക്വാർക്കുകൾ എന്ന് പറയുന്ന അതിനേക്കാൾ ചെറിയ ചില കാര്യങ്ങൾ ഉപയോഗിച്ചാണ്. ഈ ക്വാർക്കുകൾ ശരിക്കും ഒരു കണങ്ങള അല്ല, അതിനപ്പുറത്തൊരു സ്ട്രിങ് പോലെ, വലിച്ച ഒരു ചരട് പോലെ, ഒരു കമ്പി ചരട് പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നും അത് പ്രത്യേക രീതിയിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അത് കണങ്ങളായും ഊർജമായും ഒക്കെ മാറി മാറി പ്രവർത്തിക്കുന്നു എന്നൊക്കെയാണ് സ്ട്രിംഗ് തിയറിയിൽ പറയുന്നത്. കുറെ സങ്കീർണമാണത്. വാസ്തവത്തിൽ ഇതൊന്നും ആ നിലയിലുള്ള ഒരു കാര്യവും ആരും കണ്ടതല്ല, ആരും നിരീക്ഷിച്ചതല്ല, ആരും പരിശോധിച്ചതല്ല, ആരും ആവർത്തിച്ചതുമല്ല. ഒരു ലബോറട്ടറിയിലും അങ്ങനെയുള്ള ഒരു പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്താൻ സാധിച്ചിട്ടില്ല. കാരണം അതിന്റെ എല്ലാം അപ്പുറത്തുള്ള അദൃശ്യ ലോകത്തുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. അപ്പോ ദൃശ്യമായതിന്റെ ഒരു പരിധിയുണ്ട്, അതിനപ്പുറത്ത് അദൃശ്യമായ ലോകം നിൽക്കുകയാണ്. ഈ ലോകത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇതുണ്ടായത്, ഇതിന്റെയൊക്കെ തുടക്കം എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ തുടക്കത്തിന് പിന്നിലുള്ള കാരണങ്ങൾ എന്ന് ചിന്തിച്ചു പോകുമ്പോൾ നമ്മൾ ഒരു 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 ഡെഡ് എൻഡിലേക്ക് എത്തിച്ചെല്ലും. അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അവിടെ നമ്മുടെ നിരീക്ഷണങ്ങൾ അവസാനിക്കുകയാണ്, ശാസ്ത്രലോകത്തിന്റെ നിരീക്ഷണങ്ങൾ അവസാനിക്കുകയാണ്. അപ്പൊ മുമ്പ് ദൈവവിശ്വാസത്തെ പുച്ഛിച്ചുകൊണ്ടും അതിനെ കളിയാക്കിക്കൊണ്ടും ശാസ്ത്രജ്ഞർ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ, അവർ ദൈവനിരാസവാദികളാണ്, അവർ പറഞ്ഞിരുന്ന ഒരു പ്രസ്താവനയുണ്ട്. ദൈവത്തെക്കുറിച്ച് പറയുന്നത് ഗോഡ് ഓഫ് ദി ഗ്യാപ്സ് എന്നാണ് അവർ പറഞ്ഞിരുന്നത്. എന്ന് വെച്ചാൽ ദൈവം ഗ്യാപ്പുകളുടെ ദൈവമാണ് എന്ന് വെച്ചാൽ അവർ അർത്ഥമാക്കുന്ന ഇതാണ്: ചില കാര്യങ്ങളെക്കുറിച്ച് മനുഷ്യന് അറിയില്ലായിരുന്നു, മനുഷ്യന്റെ അറിവ് വളരെ പരിമിതമായ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇടിമിന്നൽ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയില്ലായിരുന്നു. അപ്പൊ ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ വലിയ ശബ്ദം കേൾക്കുമ്പോഴും അതുപോലെ വലിയ ഒരു മിന്നൽ ഉണ്ടാകുമ്പോഴും ആളുകൾ ഭയചകിതരാകുന്നു, അവർ പേടിക്കുന്നു. അപ്പോൾ അത് ദൈവമാണ് എന്ന് ചിന്തിക്കുന്നു. ഇത് മനുഷ്യന്റെ കഴിവിന്റെ അപ്പുറത്തുള്ള, നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറത്തുള്ള എന്തോ കാര്യമാണ്. അല്ലെങ്കിൽ ഒരു അഗ്നിപർവ്വതം പൊട്ടുമ്പോൾ, അല്ലെങ്കിൽ വലിയ പ്രകൃതി കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇതൊക്കെ നമ്മുടെ പരിധിക്ക് അപ്പുറത്തുള്ള ഒരു ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അവിടെ ദൈവമേ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തെ കൊണ്ടുവരുന്നു, ഇത് ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നു, അങ്ങനെയൊക്കെ പറയാൻ ശ്രമിക്കുന്നു. എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ, ശാസ്ത്രം പുരോഗമിച്ചു കഴിഞ്ഞപ്പോൾ, എങ്ങനെയാണ് ഇടിമിന്നൽ ഉണ്ടായത് എന്ന് ശാസ്ത്രം പറഞ്ഞു തന്നു. എന്താണ് അതിന്റെ പിന്നിലുള്ള ശാസ്ത്രീയ കാരണങ്ങൾ എന്ന് പറയാൻ ശ്രമിച്ചു. ഭൂമി കുലുക്കത്തിനും ഭൂകമ്പത്തിനും പ്രകൃതിക്ഷോഭത്തിനും ഒക്കെ പിന്നിൽ എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നത് ഏകദേശമൊക്കെ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോ ദൈവം അവിടെ നിന്ന് പുറത്തായി. പിന്നീട് വേറെ ചില കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെയും ദൈവത്തെ കൊണ്ടുവരാനായിട്ട് മനുഷ്യൻ ശ്രമിക്കുന്നു. കാരണം മനുഷ്യന് ഉത്തരമില്ല, മനുഷ്യന്റെ ചോദ്യങ്ങൾക്ക് അവിടെ ഉത്തരം കണ്ടെത്താൻ സാധിക്കുമ്പോൾ അവിടെ ദൈവത്തെ പ്രതിഷ്ഠിക്കുന്നു. പിന്നീട് ശാസ്ത്രം കുറെ കൂടെ പുരോഗമിച്ചു കഴിയുമ്പോൾ അവിടെ ഉത്തരങ്ങൾ വരുമ്പോൾ അവിടെ നിന്ന് ദൈവം പുറത്താവുന്നു. അങ്ങനെ ഗോഡ് ഓഫ് ദി ഗ്യാപ്സ് എന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്ക് ഉത്തരമില്ലാത്ത മേഖലകളിൽ ദൈവം ഉണ്ടായിരുന്നു, എന്നാൽ ഉത്തരം കൂടി വരുമ്പോൾ ദൈവം ദൈവത്തിന്റെ പ്രസക്തി കുറഞ്ഞു വരികയും ദൈവം ചിത്രത്തിൽ നിന്ന് തന്നെ പുറത്താവുകയും ചെയ്യുന്നു എന്ന നിലയിലൊക്കെ ആളുകൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ദൈവവിശ്വാസികളെ നിരീശ്വരന്മാരായിട്ടുള്ള ആളുകളും അതേപോലെ ദൈവനിരാസവാദികളും ഒക്കെ കളിയാക്കുകയും പുച്ഛിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ
ഒരു കാര്യം നമ്മളോട് ഓർക്കേണ്ടതുണ്ട്. ഈ ദൃശ്യമായതിനും അളക്കാനും പരിശോധിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ശാസ്ത്രത്തിനും ഒന്നും പറയാൻ സാധിക്കുകയില്ല, ചില നിഗമനങ്ങളിലേക്ക് എത്താനേ സാധിക്കുകയുള്ളൂ. അപ്പൊ ശാസ്ത്രം ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും സാധ്യമായ ഒരു വിശദീകരണം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. നാം കാണുന്ന പ്രതിഭാസത്തെ വിശദീകരിക്കാനായിട്ട് പറ്റുന്ന ഒരു സിദ്ധാന്തം കൊണ്ടുവരുന്നു. എന്നിട്ട് ഇതാണ് അതെന്ന് പറയുന്നു. അത് തെളിയിക്കപ്പെട്ടതല്ല, അത് ആവർത്തിക്കപ്പെടാനോ പരീക്ഷിക്കപ്പെടാനോ സാധിക്കാത്ത വിധം അത്ര സൂക്ഷ്മ ലോകത്താണ് നടക്കുന്നത്. പക്ഷെ ചില കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. അപ്പൊ വിശദീകരിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ, ചില വിശദീകരണങ്ങൾ നൽകുക മാത്രമാണ് ആ സമയത്ത് ചെയ്യുന്നത്. അപ്പോൾ അതൊരു സിദ്ധാന്തമാണ്, ഒരു അനുമാനമാണ്, ഒരു നിഗമനം എന്ന് ഒരു പക്ഷെ പറയാൻ സാധിക്കില്ല, ഒരു അനുമാനം എന്നെ പറയാൻ സാധിക്കുള്ളൂ. ഒരു ഊഹം പോലെയുള്ള കാര്യമാണ്. ഇങ്ങനെ സംഭവിച്ചത് കൊണ്ട് ഇത് ഇങ്ങനെ ആയിരിക്കാം എന്നൊക്കെ അങ്ങനെ ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആകുമെന്ന് കണ്ടതുകൊണ്ടോ അങ്ങനെ ആണെന്ന് തെളിയിച്ചത് കൊണ്ടോ അങ്ങനെയാണ് എന്ന് പരീക്ഷിക്കാൻ കഴിഞ്ഞത് കൊണ്ടോ ഒന്നുമല്ല, അങ്ങനെയാണ് എന്ന് ഒരു ഊഹത്തിലേക്ക് എത്തിച്ചേരാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം വിശദീകരിക്കേണ്ടത് ഒരു കടമയാണല്ലോ. അപ്പൊ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ലോകത്ത് ഇങ്ങനെയാണ് നടക്കുന്നത് എന്ന് അദൃശ്യ ലോകത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനേ അവർക്ക് സാധിക്കുകയുള്ളൂ. വാസ്തവത്തിൽ ആ മേഖല എത്തുമ്പോൾ ദൈവത്തെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ആളുകളും പ്രവർത്തിക്കുന്നത് വിശ്വാസം കൊണ്ട് തന്നെയാണ്. കാരണം അവർ വിശ്വസിക്കുകയാണ് ഇതിങ്ങനെ ആയിരിക്കാം, ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരിക്കാം, ഇങ്ങനെ പോയാലേ ഇങ്ങനെ സംഭവിക്കുകയുള്ളൂ, ഇതാണ് ഇതിന്റെ വിശദീകരണം എന്ന് വിശ്വസിക്കുന്നു എന്നാണ് അവരും പറയുന്നത്. പക്ഷെ അവർ ആ വാക്കൊന്നും അവിടെ ഉപയോഗിക്കില്ല, വിശ്വാസം എന്ന വാക്കൊന്നും ഉപയോഗിക്കില്ല. അവരത് ശാസ്ത്രീയ സിദ്ധാന്തമാണ് എന്നൊക്കെ പറയാനായിട്ട് ശ്രമിക്കുന്നു. അവർ അതിന്റെ വാക്കുകളൊക്കെ അങ്ങനെ സമർത്ഥമായിട്ട് ഉപയോഗിച്ച് അത് ശാസ്ത്രീയതര പരിവേഷത്തിൽ അവതരിപ്പിക്കുകയാണ്. വാസ്തവത്തിൽ അവർക്ക് ശാസ്ത്രത്തിന്റെ കൃത്യമായ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് ഉത്തരം നൽകാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നിരീക്ഷണങ്ങളോ ആവർത്തനങ്ങളോ അളവുകളോ ഒന്നും സാധ്യമല്ലാത്ത ഒരു ഏരിയയിലാണ് ഈ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇത് നമുക്ക് ഈ വാക്യത്തെക്കുറിച്ച് ചില കാര്യങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം. അപ്പൊ ഈ വാക്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ ഇവിടെ ദൈവം അല്ലെങ്കിൽ അദൃശ്യമായത് എന്ന് പറയുമ്പോൾ ദൈവമാകാം ആണ് ഈ പ്രപഞ്ചത്തിന്റെ, ദൃശ്യമായ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുടെ പിന്നിലുള്ളത് എന്ന് നാം അറിയുന്നു, വിശ്വാസത്താൽ അറിയുന്നു എന്നാണ് ഈ വാക്യം പറയുന്നത്. അപ്പൊ ഇതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് വിശകലനം ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കാം. അപ്പോൾ നമ്മള് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അറിവിന്റെ ഒരു തലമുണ്ട്, അറിയുന്ന ഒരു മേഖലയുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരു അറിവ് സമാഹരിക്കുന്നത്? നമ്മളൊരു അറിവ് തേടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരു അവബോധം ഉണ്ടാകാം, അതേപോലെ യുക്തിപരമായിട്ടുള്ള ഒരു വിചിന്തനം ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു ഓർമ്മ വരാം. അങ്ങനെയൊക്കെയാണ് നമ്മൾ കൊഗ്നിഷൻ അല്ലെങ്കിൽ അറിവിന്റെ മേഖല നമ്മൾ സൂക്ഷിക്കുന്നത്. അതേപോലെ ഒരു സാക്ഷ്യം, മറ്റുള്ളവർ പറഞ്ഞൊരു കാര്യം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടപെട്ട് മറ്റു മനുഷ്യർ നൽകിയ ചില വിവരങ്ങൾ, ഇതൊക്കെ ഉപയോഗിക്കുകയും ഇതിനെ വിശകലനം ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ നാം ഒരു വൈജ്ഞാനിക തലത്തിൽ അല്ലെങ്കിൽ വിജ്ഞാനം സ്വരൂപിക്കുകയും അത് ഉപയോഗിച്ച് ചില ആലോചനകളും ചിന്തകളും ഒക്കെ നടത്തുകയും ചെയ്യുന്ന ഒരു മേഖലയുണ്ട്. അപ്പോൾ അത് ഈ തലത്തെയാണ് നമ്മൾ കൊഗ്നിഷൻ എന്ന് പറയുന്നത്. നമ്മൾ ചില അറിവുകൾ നമ്മുടെ അനുഭവത്തിൽ നിന്നോ മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്നോ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളിൽ നിന്നോ നമ്മുടെ ഓർമ്മയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു വായനയിലൂടെയോ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയോ ഒക്കെ ശേഖരിക്കുകയും സ്വീകരിക്കുകയും അതിനെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. അതാണ് അറിവിന്റെ തലം അല്ലെങ്കിൽ കൊഗ്നിഷൻ എന്ന് പറയുന്ന ഒരു മേഖല. അപ്പോൾ ഇതുപോലെ ഒരു അറിവാണ് വിശ്വാസം എന്നാണ് ഈ വാക്യവും പറയുന്നത്. ഈ വാക്യം പറയുന്നത് വിശ്വാസം ഒരു അറിവാണ് എന്ന് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അറിവ് വിശ്വാസമായി മാറുന്നത് എന്നൊരു കാര്യം കൂടി ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോ ആൽവിൻ പ്ലാന്റിങ്ക എന്ന ഒരു ക്രൈസ്തവ ഫിലോസഫർ ഉണ്ട്, ചിന്തകരുണ്ട്. അദ്ദേഹം ഈ മേഖലയെക്കുറിച്ച് ഒരുപാട് പഠിക്കുകയും ഒക്കെ ചെയ്ത മനുഷ്യനാണ് ആൽവിൻ പ്ലാന്റിങ്ക. അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് ഈ വാക്യത്തെക്കുറിച്ചും അതേപോലെ ഈ അറിവ് വിശ്വാസമായി മാറുന്ന ഈ പ്രക്രിയയെക്കുറിച്ചും ഒക്കെ അദ്ദേഹം പറഞ്ഞ ചില പ്രസ്താവനകളുണ്ട്. അത് ഞാനൊന്ന് ശ്രദ്ധയ്ക്കായിട്ട് പറയാം. അദ്ദേഹത്തിന്റെ ചിന്തയനുസരിച്ച് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു സത്യം, ആ സത്യം നമ്മുടെ അറിവിലേക്ക്, നമ്മുടെ ബോധ്യത്തിലേക്ക് എത്തുകയും അതിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായ ഒരു പ്രവർത്തനത്താൽ നമ്മുടെ മനസ്സിലൊരു ബോധ്യമായി ഉറപ്പായി തീരുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്
വിശ്വാസം എന്നാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പൊ നമ്മള് ദൈവത്തിന്റെ ഒരു മെസ്സേജ് സ്വീകരിക്കുന്നു, ദൈവം നൽകിയ ഒരു പ്രഖ്യാപനം, അല്ലെങ്കിൽ ദൈവം നമ്മളോട് പറഞ്ഞ ഒരു പ്രസ്താവന, ദൈവത്തിന്റെ വചനത്തിൽ വെളിപ്പെടുത്തിയ ഒരു സത്യം, അതൊരു മെസ്സേജാണ്, ഒരു സന്ദേശമാണ്. ആ സന്ദേശം നാം സ്വീകരിക്കുകയും ആ സന്ദേശം സത്യമാണ് എന്ന് ദൈവാത്മാവിന്റെ സവിശേഷമായ ഒരു പ്രവർത്തനത്താൽ ബോധ്യമാവുകയും ഉറപ്പിക്കപ്പെടുകയും ചെയ്യുന്നതിനെയാണ് വിശ്വാസം എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അപ്പോ അതിന് പരിശുദ്ധാത്മാവിന്റെ ഒരു സവിശേഷമായിട്ടുള്ള പ്രവർത്തനമുണ്ട്. ആ പ്രവർത്തനം കൊണ്ടാണ് ഇതൊരു ബോധ്യമായിട്ട് തീരുന്നത്. അത് ദൈവം നൽകിയ ഒരു സന്ദേശമാണ്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് അത് മറ്റു വഴികളിൽ അറിയാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് എബ്രായ ലേഖനത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്കറിയാമല്ലോ. എബ്രായ ലേഖനം അതിന്റെ 11-ാം അധ്യായം വിശ്വാസത്തെ ഒന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. വിശ്വാസം എന്നാൽ എന്ത് എന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്, ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്നൊക്കെ പറയുമ്പോൾ അവിടെ എല്ലാം ഒരു കാണാത്ത അദൃശ്യമായ ഒരു ലോകത്തെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ലോകത്തും ആ കാലത്തും അവിടെ നടക്കുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ദൈവം നൽകിയ സന്ദേശത്താൽ മാത്രം മനസ്സിലാക്കുന്നു, അല്ലാതെ മറ്റു വഴികളിലൂടെ അത് കാണാൻ കഴിയുകയില്ല. അതുകൊണ്ടാണല്ലോ വിശ്വാസത്തെ എപ്പോഴും കാഴ്ചയുമായിട്ട് അങ്ങനെ കോൺട്രാസ്റ്റ് ചെയ്തുകൊണ്ട്, വൈജാത്യപ്പെടുത്തിക്കൊണ്ട് ചിന്തിക്കുന്നത്. വിശ്വാസത്തിന്റെ ലോകം കാഴ്ചയുടെ ലോകത്തിൽ നിന്ന് വിഭിന്നമാണ്. കാരണം കാഴ്ചയുടെ ലോകത്ത് വിശ്വാസത്തിന്റെ ആവശ്യമില്ല. അത് കാഴ്ചയുടെ ലോകമാണ്. കാണുന്ന, തൊടുന്ന, സ്പർശിക്കുന്ന, ഇടപെടുന്ന ഒരു ലോകമാണ്. അതിന്റെ അപ്പുറത്തുള്ള ലോകമാണ് വിശ്വാസത്തിന്റെ ലോകം. ആ വിശ്വാസത്തിന്റെ ലോകത്ത് ദൈവത്തിന്റെ പ്രത്യേകമായ ഇടപെടലിനാൽ നമുക്ക് ലഭിച്ച, വെളിപ്പെടുത്തലിനാൽ നമുക്ക് ലഭിച്ച, റെവലേഷനാൽ നമുക്ക് ലഭിച്ച ഒരു സന്ദേശം നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് വരികയും അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരികയും അതിനെ ദൈവാത്മാവ് സവിശേഷമായ രീതിയിൽ നമ്മുടെ ഉള്ളില് ഒരു ബോധ്യമായിട്ട് ഉറപ്പിക്കുകയും ചെയ്യുന്നു. അത് വളരെ അടിസ്ഥാനപരവും ആധികാരികവും വിശ്വസനീയവും നിയമപരവുമായിട്ടുള്ള ഒരു അറിവ് തന്നെയാണ്. അതിനെ മറ്റേത് അറിവുകൾ പോലെ തന്നെ വിശ്വസനീയമായ അറിവാണെന്നും അത് ആധികാരികമായിട്ടുള്ള അറിവാണെന്നും ഉറപ്പിക്കാവുന്ന ഒരു അറിവാണെന്നും നമുക്ക് നിശ്ചയിക്കാം. അതാണ് വിശ്വാസത്തിന്റെ പ്രത്യേകത. അപ്പോ സാധാരണ അറിവുകൾ നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ വഴിയാണ് പൊതുവെ കിട്ടുക, അല്ലെങ്കിൽ യുക്തിയിലൂടെയാണ് നമുക്ക് കിട്ടുക, അല്ലെങ്കിൽ ഓർമ്മയിലൂടെയാണ് നമുക്ക് കിട്ടുക. അത് പരസ്പര ബന്ധത്താൽ ആളുകളുടെ ഇടപാടുകളാൽ ഉറപ്പിക്കപ്പെടുകയാണ്. അത് അങ്ങനെയാണ് നമ്മൾ അറിവുകൾ സമാഹരിക്കുന്നതെങ്കിൽ ഇത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്ന ഒരു അറിവാണ് വിശ്വാസത്തിന്റെ അറിവ്. ആ അറിവ് ദൈവാത്മാവിന്റെ പ്രവർത്തനത്താൽ നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു അറിയാനുള്ള ഒരു വഴി തന്നെയാണ് വിശ്വാസം. ഫെയ്ത്ത് ഈസ് എ മീൻസ് ഓഫ് നോയിങ് എന്ന് നമുക്ക് അതിനെ കുറിച്ച് പറയാം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഒരു കാര്യത്തെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്നത് ഇതിന് തൊട്ട് മുകളിലും താഴെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ സാധാരണ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയോ ഓർമ്മയിലൂടെയോ മറ്റു മനുഷ്യരിലൂടെയോ ഒക്കെ നമുക്ക് ലഭിക്കുന്ന അറിവുകൾ, അതിന്റെ അപ്പുറത്താണ് വിശ്വാസത്തിന്റെ തലം എന്ന് നമ്മൾ പറഞ്ഞു. ഈ താഴെ പറയുന്ന മനുഷ്യർ, ഈ 11-ാം അധ്യായത്തിൽ താഴെ പറയുന്ന മനുഷ്യരും ചിന്തിച്ചു നോക്കി, അവരൊക്കെ ചെയ്യുന്നത് ഈ കാര്യമാണ്. നോഹയുടെ കാര്യത്തെക്കുറിച്ച് പറയുന്നു. നോഹയുടെ ഏറ്റവും പ്രസക്തമായ ഇവിടെ പറഞ്ഞ വശം എന്ന് പറയുന്നത് അദ്ദേഹം മഴയെ സമീപിച്ചതിനെ കുറിച്ചാണ്. മഴ പെയ്യും എന്നുള്ള കാര്യം അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം മഴയെക്കുറിച്ച് കേട്ടിട്ടില്ല, അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾക്ക് മഴയെക്കുറിച്ച് അറിയില്ല. അന്നേ വരെയുള്ള ചരിത്രപരമായിട്ടുള്ള അറിവുകൾ വെച്ച്, അതുവരെയുള്ള മനുഷ്യവംശത്തിന്റെ സഞ്ചിതമായിട്ടുള്ള അറിവുകൾ വെച്ചിട്ടൊന്നും മഴ എന്നുള്ള സംഭവം കേട്ടിട്ടില്ല, അവരുടെ ഓർമ്മയിലില്ല, ചരിത്രങ്ങളിലില്ല, എവിടെയില്ല. പക്ഷേ മഴ പെയ്യുമെന്നും മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പ്രത്യേക ഒരു പെട്ടകം ഉണ്ടാക്കണമെന്നും മോശയ്ക്ക് ഉറപ്പായി ബോധ്യമായി തീർന്നു. അത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ലഭിച്ചതല്ല, മറ്റു മനുഷ്യർ പറഞ്ഞതല്ല, ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ഒരു പ്രത്യേക അറിവ്. ആ അറിവ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ബോധ്യമായി പരിണമിച്ചപ്പോൾ അദ്ദേഹം അതിന് അനുസൃതമായി പ്രവർത്തിച്ചു. അപ്പോൾ അതാണ് ഇവിടെയും പറയുന്ന അറിവെന്ന് പറയുന്നത്. അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ അത് തന്നെയാണ്. പുനരുത്ഥാനം എന്നുള്ളൊരു കാര്യം, മരിച്ച ഒരു മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കുക എന്നുള്ളത് അസാധ്യമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം കേട്ടിട്ടില്ല, അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല. മകനെ ബലിയർപ്പിച്ചാൽ ആ മകൻ തിരിച്ചു വരുമോ എന്ന് ഒരു ഉറപ്പും ഒരു ധൈര്യവും അതിനുള്ള ഒരു സൂചനയും അതിനു മുമ്പ് എവിടെയും ലഭിച്ചിട്ടില്ല. പക്ഷെ മകനെ ബലിയർപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ മകനെ കൊല്ലാനായിട്ട് പിതാവ് തയ്യാറാകുമ്പോൾ
ദൈവം ഒരു വഴി കണ്ടിട്ടുണ്ട്, ദൈവത്തിന്റെ വാക്കുകൾ വിശ്വസനീയമാണ്, ദൈവത്തിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാണ് എന്ന് അദ്ദേഹം മറ്റ് ധാരണകൾക്ക് വിപരീതമായിട്ട് വിശ്വസിച്ചു. അതാണ് ഇവിടെ പറയുന്ന വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ അവരെ കുറിച്ച് പറയുമ്പോഴൊക്കെ നമുക്ക് ആവർത്തിച്ച് കാണാൻ സാധിക്കുന്ന കാര്യം, അവരുടെ സാമാന്യ ബുദ്ധിയും അതുവരെയുള്ള അറിവുകളും മറ്റ് മനുഷ്യരുടെ സാക്ഷ്യങ്ങളും ഒക്കെ ഇതിന് ഘടക വിരുദ്ധമായിട്ട് നിൽക്കുമ്പോൾ, അതിനെതിരായിട്ട് നിൽക്കുമ്പോൾ അവര് ദൈവത്തെ വിശ്വസിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ അവിടെയാണ് വിശ്വാസത്തിന്റെ ആ വലിയ പ്രസക്തിയും അതിന്റെ വിജയവും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോ അവർ വിശ്വസിച്ച ആ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ, അവർ വിശ്വസിച്ച ആ കാര്യങ്ങൾ അവർക്ക് വിശ്വസിക്കാനായിട്ട് മറ്റു തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, മറ്റു തെളിവുകൾ മിക്കവാറും അവർക്ക് എതിരുമായിരുന്നു. അങ്ങനെ ചിന്തിക്കാനായിട്ട് ഒരു ന്യായവും ഉണ്ടായിരുന്നില്ല. എങ്കിലും അവരത് ചിന്തിക്കുകയും അവരത് വിശ്വസിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് അറിവ് വിശ്വാസമായിട്ട് പരിണമിക്കുന്നത് എന്ന് നമുക്കിവിടെ കാണാം. അപ്പൊ ഇവിടെ പറഞ്ഞ ഈ കാര്യങ്ങൾ, ഈ ദൃശ്യമായ ലോകവും അദൃശ്യമായ കാര്യങ്ങളും തമ്മിലുള്ള ആ ബന്ധത്തെക്കുറിച്ച് ചിന്തിച്ചാല് ഇവിടെ ഒരു കാര്യം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ദൈവം അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്താൽ ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. അങ്ങനെ ദൃശ്യമായതിന് കാരണം അദൃശ്യമായതാണ് എന്ന് നാം മനസ്സിലാക്കുന്നു എന്നാണല്ലോ ഈ വാക്യം പറയുന്നത്. അപ്പോൾ ഈ ദൃശ്യമായ വസ്തുക്കൾക്കും പ്രപഞ്ചത്തിനും കാരണം അദൃശ്യമായത് അഥവാ ദൈവത്തിന്റെ വചനമാണ് എന്ന് നാം വിശ്വാസത്താൽ മനസ്സിലാക്കുന്നു. എന്തുകൊണ്ടായിരിക്കാം ദൈവം ദൃശ്യമായ എന്തെങ്കിലും കൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ട് ഞാൻ ഇതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്ന് മനുഷ്യനോട് പറയാതിരുന്നത്? ദൈവത്തിന് അങ്ങനെ വേണേൽ ചെയ്യാമല്ലോ. ദൈവം അങ്ങനെ ചെയ്തില്ല. ദൈവം ചെയ്തത് ഈ പ്രപഞ്ചത്തെ അദൃശ്യമായ തന്റെ വചനത്താൽ സൃഷ്ടിച്ചു. എന്നിട്ട് അതൊരു വിശ്വാസത്തിന്റെ വിഷയമായി മനുഷ്യന്റെ മുമ്പിൽ വെച്ചു കൊടുത്തു. അതാണ് ദൈവം ചെയ്തത്. ഒരുപക്ഷെ ദൈവം മറഞ്ഞിരിക്കുന്നത് പോലെ, ദൈവം മറച്ചു വെച്ചതുപോലെ നമുക്ക് തോന്നും. ദൈവം മറിഞ്ഞിരിക്കുകയാണ് വാസ്തവത്തിൽ, ദൈവം മറച്ചു വെച്ചിരിക്കുകയാണ് വാസ്തവത്തിൽ. അത് നമുക്ക് ബൈബിളിൽ മറ്റു പല ഭാഗങ്ങളിൽ നോക്കുമ്പോഴും ഇതേ കാര്യം തന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പോ ഈ വാക്യം നമ്മൾ വായിച്ചപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ ഈ രണ്ട് പ്രസ്താവനകൾ എന്ന് വെച്ചാല്, ഈ ലോകം ദൈവത്തിന്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ള ഒരു പ്രസ്താവന, അതേപോലെ അദൃശ്യമായതാണ് ദൃശ്യമായതിന് കാരണം എന്നുള്ള പ്രസ്താവന. ഈ രണ്ട് പ്രസ്താവനകൾ രണ്ടും വ്യത്യസ്തമാണ് എന്ന് ഒരു പക്ഷെ തോന്നിയേക്കാം. പക്ഷെ രണ്ടും തമ്മിൽ ഒരു കാര്യകാരണ ബന്ധമുണ്ട് എന്നുകൂടി ആ വാക്യം പറയുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒരു പർപ്പസ് അതിന്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിൽ അത് കുറച്ചുകൂടി വ്യക്തമാണ്. എന്ന് വെച്ചാല് മലയാളത്തിലെ സത്യവേദ പുസ്തകത്തിലെ തർജ്ജിമയില് അത് കാരണം എന്ന് വരുമാറ് എന്നാണ് അവിടെ പറഞ്ഞിരുന്നത്. കാരണം എന്ന് വരുമാറ് എന്നാണ്. സോ ദാറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് തമ്മിലൊരു ബന്ധമുണ്ട്. വിസിബിളും ഇൻവിസിബിളും തമ്മിലൊരു ബന്ധത്തെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് അവിടെ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. എന്ന് വെച്ചാൽ ദൈവം വളരെ മനഃപൂർവ്വമായിട്ട് അങ്ങനെ ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ന് വെച്ചാൽ ദൃശ്യമായതിന്റെ പിന്നിൽ അദൃശ്യമായ കാര്യങ്ങളുണ്ട്, കാരണങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ദൈവം ഈ പ്രപഞ്ചത്തെ ദൈവത്തിന്റെ വചനത്താൽ സൃഷ്ടിക്കുകയും ദൈവം ഒരുപക്ഷെ മറഞ്ഞിരിക്കുകയും ദൈവത്തിന്റെ വചനം മറഞ്ഞിരിക്കുകയും ചെയ്യുന്നത് എന്ന് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. അപ്പൊ ദൈവം അത് അങ്ങനെ തന്നെ ചെയ്തിരിക്കുകയാണ്. അതിന് കാരണം വിശ്വാസം എന്നുള്ളത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ആ ഒരു തലത്തിലാണ്. വിശ്വാസം ആണ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് എബ്രായ ലേഖനത്തിന്റെ ഏറ്റവും വലിയ വിഷയവും. യോഹന്നാന്റെ സുവിശേഷത്തില് യോഹന്നാൻ 14-ാം അധ്യായത്തില് കർത്താവ് ശിഷ്യന്മാരോട് പറയുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പിതാവിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് പിതാവിനെ അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ കർത്താവ് അതിന് കൊടുക്കുന്ന മറുപടി എന്ന് വെച്ചാല്, നിങ്ങൾക്ക് എന്നെ അറിയില്ലേ എന്നാ ചോദിച്ചത്. നിങ്ങൾക്ക് എന്നെ അറിയാമെങ്കിൽ പിതാവിനെയും അറിയാമല്ലോ എന്നാണ് കർത്താവ് ചോദിച്ചത്. അപ്പോ എന്നെ അറിയുക, അവിടെയും കർത്താവ് പ്രസ്താവന അറിയുക എന്ന വാക്കാണ്. നിങ്ങൾക്ക് എന്നെ അറിയില്ലേ, നിങ്ങൾക്ക് എന്നെ അറിയാമല്ലോ എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. അറിയുക, അപ്പൊ അറിവ്, ഇത് കർത്താവിനെ കുറിച്ചുള്ള അറിവാണ് ദൈവത്തെ കുറിച്ചുള്ള വിശ്വാസമായിട്ട് മാറുന്നത് എന്ന ഒരു കണക്ഷനിലാണ് കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. നമുക്ക് ബൈബിളിൽ ഒരുപാട് ഭാഗത്ത് ദൈവം ഇങ്ങനെ നിഗൂഢമായിട്ട് നിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന, അല്ലെങ്കിൽ ദൈവം മാറി നിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന പല പ്രസ്താവനകളുണ്ടല്ലോ.
ആവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്, വെളിപ്പെടുത്തി തന്നത് നമുക്കുള്ളതാണ്, വെളിപ്പെടുത്തപ്പെടാത്തത് അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്നത് ദൈവത്തിനുള്ളതാണ് എന്ന് പറയുന്ന പ്രസ്താവന. എന്ന് വെച്ചാൽ കുറെ കാര്യങ്ങൾ നമുക്കറിയാം, കുറെ കാര്യം നമുക്കറിയില്ല. അറിഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം, അതിനെക്കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടാവും. അറിയാത്ത കാര്യങ്ങൾ ദൈവത്തിനുള്ളതാണ് എന്ന് പറയുന്ന പ്രസ്താവന. അങ്ങനെയുള്ള പല പ്രസ്താവനകളും നമുക്ക് ബൈബിളിൽ കാണാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷത്തിലാണെങ്കിൽ ഈ വലിയ സത്യങ്ങൾ ജ്ഞാനികൾക്ക് മറച്ചു വെച്ചു, ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയെന്നാണ്. അപ്പോൾ ജ്ഞാനികളായിട്ടുള്ള ആളുകളുണ്ട്, പക്ഷെ അവർക്കത് മറിഞ്ഞിരിക്കുകയാണ്. ശിശുക്കളായ ആളുകൾക്ക് ഇത് മനസ്സിലാവുകയും ചെയ്യുന്നു എന്ന് പറയുന്ന പ്രസ്താവന. അങ്ങനെയുള്ള ധാരാളം പ്രസ്താവന നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ദൈവം ചില കാര്യങ്ങൾ എങ്ങനെ മറച്ചു വെക്കുന്നു, ചില കാര്യങ്ങൾ എങ്ങനെ വെളിപ്പെടുത്തി തരുന്നു എന്നതുപോലെ നമുക്ക് കാണാം. ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യം സംഭവിക്കുന്നത് കർത്താവിന്റെ ആദ്യത്തെ അത്ഭുതം നടക്കുന്ന കാനായിലെ കല്യാണ സ്ഥലത്താണ്. അവിടെ കർത്താവും ശിഷ്യന്മാരും ചെല്ലുന്നു. രാത്രിയിൽ അവരുടെ വിരുന്നിനിടയിൽ വീഞ്ഞ് തീർന്നു പോകുന്നു. വീഞ്ഞ് തീർന്നു പോയ ശേഷം ഈ വീഞ്ഞ് തീർന്നു പോയതിന്റെ പശ്ചാത്തലത്തിൽ കർത്താവും അമ്മയുമായിട്ട് സംഭാഷണം നടക്കുന്നു. അതിനുശേഷം കർത്താവ് പണിക്കാരോട് വെള്ളം നിറയ്ക്കാനായിട്ട് ആവശ്യപ്പെടുകയും ആ വെള്ളം എപ്പോഴാണ് വീഞ്ഞാക്കിയതെന്ന് കൃത്യമായിട്ട് പറയുന്നില്ലെങ്കിലും ഇത് കൊണ്ടുപോയി വിളമ്പി കൊടുക്കാനായിട്ട് പറയുകയും ചെയ്യുന്നു. ആ പണിക്കാർക്കോ അവിടെ കൂടി നിന്ന ശിഷ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു ചിന്തിക്കാം, അവർക്കത് മനസ്സിലായി. പക്ഷെ വിരുന്ന് നടക്കുന്ന ഇടത്തിൽ ആളുകൾക്ക് ഇത് മനസ്സിലായേ ഇല്ല. പ്രത്യേകിച്ച് അവിടുത്തെ കാര്യങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന വിരുന്നിന്റെ സംഘാടനം നടത്തിയിരുന്ന വ്യക്തിക്ക് ഒട്ടും മനസ്സിലായില്ല. അവർ അത്ഭുതത്തോട് ചോദിക്കുകയാണ്, ഇതെന്താണ് സംഭവിച്ചത്? ഇത്രയും നല്ല വീഞ്ഞ് എന്തുകൊണ്ട് നേരത്തെ തന്നില്ല എന്നവർ ചോദിക്കുകയാണ്. അവർക്കത് മറന്നിരിക്കുകയാണ്. അപ്പൊ കർത്താവ് ഒരു വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം ചെയ്യുകയും ആ കാര്യം ഒരു കൂട്ടർക്ക് മനസ്സിലാവുകയും ഒരു കൂട്ടർക്ക് മനസ്സിലാവാതിരിക്കുകയും ചെയ്യുന്നു. ഒരു നിഗൂഢത നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോ അത്തരം കാര്യങ്ങളില് ദൈവം അത് വെളിപ്പെടുത്തി തന്നാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഈ വീഞ്ഞിന്റെ ചുമതലക്കാരൻ അല്ലെങ്കിൽ വിരുന്നിന്റെ ചുമതലക്കാരനായ ആള് ഈ വീഞ്ഞിനെ എടുത്ത് ഏത് പരീക്ഷണശാലയിൽ കൊണ്ടുപോയി പരീക്ഷിച്ചാലും അതെങ്ങനെ ഉണ്ടായി എന്ന് കണ്ടെത്താൻ സാധിക്കില്ല. അത് വീഞ്ഞാണ്. അത് വളരെ സുന്ദരമായ, വളരെ രുചികരമായ, മേത്രമായ വീഞ്ഞാണ്. പക്ഷെ അത് എങ്ങനെ ഉണ്ടായി എന്ന് അതിന്റെ ഏത് പരിശോധനയിലും തെളിയുകയില്ല. അത് ദൈവം അത്ഭുതകരമായിട്ട് ദൈവം ഇടപെട്ട് അതിനെ അങ്ങനെ വീഞ്ഞാക്കി മാറ്റിയതാണ്. അതൊരു പ്രത്യേക പ്രോസസ്സിലൂടെയാണ് അത് വീഞ്ഞായി മാറിയത്. നമുക്കറിയില്ല കർത്താവ് എന്താണ് ചെയ്തത്, നമുക്കറിയില്ല. അപ്പോ അത് ഒപ്പം നിന്ന ആളുകൾക്ക്, കണ്ട ആളുകൾക്ക് അത് കർത്താവിന്റെ പ്രവർത്തനമാണെന്ന് മനസ്സിലായി. ബാക്കിയുള്ള ആളുകൾക്ക് അത് ആശ്ചര്യമായിട്ട്, അത്ഭുതമായിട്ട്, അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഭാഷയിലേക്ക് നിൽക്കുകയാണ്. അപ്പോ ഇവിടെയാണ് റെവലേഷൻ, വെളിപ്പെടുത്തൽ. അത് ദൈവം വെളിപ്പെടുത്തി തരിക. അതാണല്ലോ റെവലേഷൻ എന്ന വാക്കിന്റെ അർത്ഥം. ദൈവം റിവീൽ ചെയ്ത് തരിക, ദൈവം മറനീക്കി കൊണ്ടുവരിക. അങ്ങനെ മാത്രമേ നമുക്കതിനെ കാണാനായിട്ടും മനസ്സിലാക്കാനായിട്ടും ചിന്തിക്കാനായിട്ടും സാധിക്കുകയുള്ളൂ. അപ്പോ ദൈവം മനസ്സിലാക്കി തരുന്ന ഒരു സത്യത്തെ നാം സംശീകരിക്കുകയും ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ അത് ബോധ്യമാക്കി മാറ്റുകയും ചെയ്യുമ്പോഴാണ് അത് വിശ്വാസമായിട്ട് മാറുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ അതിന് പരിശുദ്ധാത്മാവിന്റെ സഹായം ഇല്ലാതെ അത് അസാധ്യവുമാണ്. അപ്പോൾ മനുഷ്യന്റെ ഇവിടെ ജീവന്റെ ഉത്ഭവത്തെ കുറിച്ച് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെ കുറിച്ച് എങ്ങനെയാണ് കാര്യങ്ങൾ ആരംഭിച്ചത് എന്നതിനെ കുറിച്ച് ഒക്കെ പറഞ്ഞിരിക്കുകയാണ്. ആ കാര്യങ്ങൾ മനുഷ്യന്റെ ജ്ഞാനത്തിൽ നിന്ന് ദൈവം മറച്ചു വെച്ചിരിക്കുകയാണ്. അത് അദൃശ്യമായ മാർഗത്തിലൂടെ ചെയ്യാനായിട്ട് ദൈവം തീരുമാനിക്കുകയും യുക്തി കൊണ്ടോ തത്വചിന്ത കൊണ്ടോ ശാസ്ത്രം കൊണ്ടോ മറ്റേതെങ്കിലും വിധത്തിലോ പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെ കുറിച്ച് മനുഷ്യനെ കണ്ടെത്താൻ സാധിക്കാത്ത വിധം അതിനെ നിഗൂഢമാക്കി വെക്കുകയും ചെയ്തു. അതുകൊണ്ട് ദൈവത്തിന്റെ വെളിപാട് ഇല്ലാതെ, ദൈവം റിവീൽ ചെയ്യാതെ ഈ സത്യം മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അപ്പൊ അതാണ് അനേകം ആളുകളും ഈ സത്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് പ്രപഞ്ചോൽപത്തിയെ കുറിച്ച് ചിന്തിക്കാനായിട്ട് ശ്രമിച്ച് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അവർ തികച്ചും വിരുദ്ധമായ മാർഗത്തിലൂടെ ഉള്ള നിഗമനങ്ങളിലേക്ക് എത്തിപ്പോകുന്നതിന്റെ കാരണം. മാത്രമല്ല, പലപ്പോഴും നമ്മളും പല തെളിവുകൾ പ്രപഞ്ചോൽപത്തിയെ കുറിച്ച് ഒക്കെ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴും അത് ബോധ്യം തരാനായിട്ട് പറ്റാത്ത രീതിയിൽ ബലഹീനമായി പോകുന്നതിന്റെയും കാരണം ഇതൊരു റിവീൽഡ് ട്രൂത്താണ്. ഇത് ദൈവാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുകയും ബോധ്യമാക്കി കൊടുക്കുകയും ചെയ്യുമ്പോൾ മാത്രം ലഭിക്കുന്ന ഒരു സത്യമായിട്ട് നിൽക്കുകയാണ്. ആ നിഗൂഢത അവിടെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് കാണാം. അപ്പൊ ദൈവം അത് അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ വെച്ചിരിക്കുന്നത് എന്ന് ചിന്തിക്കാം. റോമാലേഖനത്തിന്റെ 1-ാം അധ്യായത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ ഒരുപക്ഷെ ഇതിനോട് ചേരാത്തതുപോലെ നമുക്ക് തോന്നിയേക്കാം. കാരണം ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് ദൈവം പ്രപഞ്ചത്തിലൂടെ വെളിപ്പെടുത്തി തന്നു എന്നത് പോലെയുള്ള പ്രസ്താവനകൾ അവിടെ ഉണ്ടല്ലോ.
ദൈവത്തിന്റെ അദൃശ്യശക്തിയെക്കുറിച്ച്, ദൈവത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് പണ്ട് മുതലേ വെളിപ്പെടുത്തി കൊടുത്തു എന്നുള്ള പ്രസ്താവനകൾ അവിടെ ഉണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അതിനോട് എല്ലാ ആളുകൾക്കും അത് ലഭ്യമാണെങ്കിലും അതിനോട് പ്രതികരിക്കുന്നത് വളരെ വ്യത്യസ്തമായ നിലയിലാണ് എന്നുള്ളതാണ് റോമാലേഖനത്തിൽ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ. ഇതൊക്കെ ഉണ്ടായിട്ടും ആളുകൾ അതിനോട് ക്രിയാത്മകമായിട്ടല്ല പ്രതികരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ തെളിവുകൾ, യുക്തി, പരീക്ഷണങ്ങൾ, നിരീക്ഷണങ്ങൾ ഒന്നും ഈ വലിയ സത്യത്തിലേക്ക് നയിക്കില്ല. അങ്ങനെ ഉണ്ട് എന്ന് ചിന്തിക്കാനായിട്ട് സാധിച്ചേക്കാം, പക്ഷെ വിശ്വാസം മറ്റൊരു കാര്യം തന്നെയാണ്. ആ ബോധ്യം മറ്റൊരു റിവലേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബോധ്യം തന്നെയാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ശാസ്ത്രാന്വേഷണത്തിന് പ്രസക്തി നഷ്ടപ്പെട്ടോ എന്നൊരു ചോദ്യം വരും. ശാസ്ത്രാന്വേഷണത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ശാസ്ത്രത്തിന്റെ അന്വേഷണങ്ങൾ കൊണ്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും കണ്ടെത്താൻ അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും വഴികളും ദൈവം വെച്ചിട്ടുണ്ട്. ദൈവം നിയമങ്ങളെ ഉണ്ടാക്കി തന്നതും ഒക്കെ ശാസ്ത്ര കൗതുകവും ശാസ്ത്ര അഭിരുചിയും മനുഷ്യനുള്ളത് കൊണ്ട് തന്നെയാണ്, മനുഷ്യനത് സാധ്യമായതുകൊണ്ട് തന്നെയാണ്. പക്ഷെ അതിനോട് എത്തിയിട്ട് നമുക്ക് അത് വിശ്വാസമുള്ള ആളുകളുടെ വിശ്വാസത്തെ ഉറപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയൊക്കെ ചെയ്യും. അല്ലാതെ വിശ്വാസമില്ലാത്ത ഒരാൾക്ക് അതുകൊണ്ട് തന്നെ വിശ്വാസം ജനിക്കണം എന്നില്ല. ചിന്തിക്കാനും അതുവഴി വിശ്വാസത്തിലേക്ക് പോകാനും ഒക്കെ വഴി തീർച്ചയായിട്ടും ഉണ്ട്. എങ്കിലും അത് അങ്ങനെ എപ്പോഴും സംഭവിച്ചുകൊള്ളുന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇത്രയധികം കാര്യങ്ങൾ മനസ്സിലായിട്ടും ഇത്രയും സങ്കീർണമാണ് ഈ പ്രപഞ്ചം എന്ന് തിരിച്ചറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ആളുകൾ ഇപ്പോഴും ദൈവനിരാസത്തിലേക്കൊക്കെ പോകുന്നത് എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇത്രയും ഇപ്പൊ മനുഷ്യ ശരീരത്തെ കുറിച്ച് പറയുമ്പോൾ, മനുഷ്യ അവയവങ്ങളെ കുറിച്ച് പറയുമ്പോഴൊക്കെ അത് അതീവ സങ്കീർണമാണ് എന്നൊക്കെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളും ഇത് തന്നെ ഉണ്ടായതാണെന്നും പരിണമിച്ചുണ്ടായതെന്നൊക്കെ പറയുന്നത് എത്രമാത്രം യുക്തിരഹിതമാണ് എന്നൊക്കെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നു. പക്ഷെ ഇതിന്റെ പിന്നിൽ ദൈവത്തിന്റെ വചനമാണ്, അദൃശ്യമായിട്ടുള്ള ദൈവമാണ്, ദൈവത്തിന്റെ വചനമാണ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം അത് ഒരു വലിയ മറ്റൊരു തലത്തിലുള്ള ഒരു സത്യമായിട്ട് നിൽക്കുകയാണ്. അതൊരു വിശ്വാസത്തിന്റെ സത്യമാണ്. വെളിപ്പെടുത്തലിലൂടെ, റെവലേഷനിലൂടെ മാത്രം ലഭിക്കുന്ന ഒരു സത്യമാണ്. ഒരു പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും അക്കാര്യം വിളിച്ചത് കൊണ്ടുവരാൻ കഴിയില്ല. അത് ഈ വാക്യം വളരെ ശക്തമായി പറയുകയാണ്. ദൃശ്യമായതിന് കാരണം അദൃശ്യമായതാണ്. ഈ പ്രപഞ്ചം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. അവിടെയാണ് വിശ്വാസം വരുന്നത്. അദൃശ്യവും ദൃശ്യവും തമ്മിലുള്ള ഒരു ഇന്റർഫേസിലാണ് വിശ്വാസത്തിന്റെ വലിയ സാങ്കത്യം നമുക്കിവിടെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. കർത്താവിന്റെ ഉപമകളെ കുറിച്ച് ചിന്തിച്ചാലും ഇതേപോലെ ഒരു സമാനത നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും. കർത്താവ് ഉപമകൾ പറയുമ്പോൾ ഈ ഉപമകൾ ഒരു ഭാഗത്ത് അത് ലളിതവും മനസ്സിലാക്കാൻ എളുപ്പവും തോന്നുമ്പോഴും മറുഭാഗത്ത് മനസ്സിലാകാത്ത ഒരു നിഗൂഢത അതിലെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത് പറഞ്ഞു കഴിയുമ്പോൾ കർത്താവിന്റെ ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ കർത്താവിന്റെ വെളിപാടുകൾ ലഭിച്ച ആളുകൾക്ക് അത് മനസ്സിലാകുന്നു. ബാക്കി ആളുകൾ നട്ടം തിരിയുന്നു. അവര് പലപ്പോഴും സംശയത്തോടെ കർത്താവിന്റെ ഇടയ്ക്ക് വരുന്നു. അപ്പൊ ശിഷ്യന്മാർ പോലും ചോദിക്കുന്നു, നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്ന കർത്താവ് എന്ന് ചോദിക്കുന്നു. അപ്പൊ കർത്താവ് എന്ന് പറയുന്ന കാര്യം വെച്ചാല് വിശ്വാസത്തിന്റെ താക്കോൽ ലഭിച്ച ആളുകൾ, ദൈവാത്മാവിന്റെ പ്രവർത്തനമുള്ള ആളുകൾക്ക് മനസ്സിലാവും, അല്ലാത്ത ആളുകൾക്ക് മനസ്സിലാവുകയില്ല എന്ന് തന്നെയാണ് അവിടെ പറയുന്നത്. അപ്പോ നമുക്ക് ലഭിക്കുന്ന പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന അറിവുകൾ, അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ നിന്ന് ലഭിക്കുന്ന അറിവുകൾ, മറ്റ് ചരിത്രത്തിൽ നിന്ന് ലഭിക്കുന്ന അറിവുകളൊക്കെ നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്താം, അത് ദുർബലപ്പെടുത്താം. അതിനൊക്കെ സാധ്യതകളുണ്ട്. അത് നാം എങ്ങനെ അതിനെ സമീപിക്കുന്നു, അല്ലെങ്കിൽ എന്ത് ആധാരത്തിൽ നാം അതിനെ സമീപിക്കുന്നു. ദൈവം ഉണ്ട് എന്നുള്ള ആധാരത്തിൽ, ദൈവമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്നുള്ള ആധാരത്തിൽ നാം അതിനെ സമീപിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ശാക്തീകരിക്കുകയും ഒക്കെ ചെയ്യും. അല്ലാത്ത ഒരു സമീപനത്തെ അതിലേക്ക് പോകുമ്പോൾ അതിന് മറ്റു പല വിശദീകരണങ്ങൾ കൊടുക്കാനും അതിനെ വിശദീകരിച്ച് ഇല്ലാതാക്കാനും ഒക്കെയാണ് മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ട് വ്യക്തികളെ കുറിച്ച് പെട്ടെന്ന് പറയട്ടെ. ഒന്ന്, സർ ഐസക് ന്യൂട്ടൺ എന്ന് പറയുന്ന പ്രസിദ്ധനായ, ലോകം കണ്ട ഏറ്റവും ബുദ്ധിശാലിയായ മനുഷ്യരിൽ ഒരാളായ ഐസക് ന്യൂട്ടൺ. അദ്ദേഹം ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പറഞ്ഞു. അതേപോലെ തന്നെ ചലന നിയമങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്നുള്ള ഗ്രന്ഥം ലോകത്തിൽ ഇന്നേവരെ എഴുതപ്പെട്ട ഏറ്റവും മഹത്തായ ഗ്രന്ഥങ്ങളിലൊന്നായിട്ട്, ശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊന്നായിട്ടാണ് കരുതപ്പെടുന്നത്. പക്ഷെ അദ്ദേഹം
ഈ പ്രപഞ്ചത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് വലിയ ഗോളങ്ങളുടെ മൂവ്മെന്റിനെ കുറിച്ച്, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ റിലേറ്റിവിറ്റി, ഈ ഗ്രാവിറ്റിയുടെ നിയമങ്ങളെ കുറിച്ചൊക്കെ മനോഹരമായിട്ട് പറഞ്ഞു. എന്നിട്ട് അതെല്ലാം കണ്ട ശേഷം അദ്ദേഹം എത്തിയ നിഗമനമുണ്ട്, അതുകൊണ്ട് ദൈവം വേണ്ട എന്നല്ല, അതുകൊണ്ട് ദൈവം ഇല്ലാതെയായി എന്നല്ല, ഇത്രയും സങ്കീർണമായ പ്രപഞ്ചവും ഗോളങ്ങളും ഈ വലിയ സഞ്ചാരപഥങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് അത് സകലത്തെയും അറിയുന്ന സർവജ്ഞാനിയായ ദൈവത്തിന്റെ കൗൺസിലിൽ നിന്ന് മാത്രമേ, ദൈവത്തിന്റെ ആലോചനയിൽ നിന്ന് മാത്രമേ ഇത്ര സങ്കീർണമായ ഒരു പ്രപഞ്ചം രൂപം കൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയുള്ളൂ എന്നുള്ള വലിയ തിരിച്ചറിവിലേക്ക് വരികയും അദ്ദേഹം ഒരു വലിയ ആരാധനയോടെ ആ കാര്യത്തെ സമീപിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാം. എന്നാൽ മറുവശത്ത് ഒരുപക്ഷെ ലോകം ആദരിച്ച അല്ലെങ്കിൽ ലോകം ബഹുമാനിക്കുന്ന മറ്റൊരു വളരെ പ്രസിദ്ധനായ തിയററ്റിക്കൽ ഫിസിസിസ്റ്റ്, മാത്തമാറ്റീഷ്യനൊക്കെ ആയിട്ടുള്ള മനുഷ്യനുണ്ട്, സ്റ്റീഫൻ ഹോക്കിംഗ്. മരിച്ചുപോയി. അപ്പൊ അദ്ദേഹവും ഇതുപോലെ തന്നെ വളരെ ജീനിയസ് ആയിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തി അപാരമായ ബുദ്ധിശക്തിയാണ്. പക്ഷെ അദ്ദേഹം ഈ കാര്യങ്ങളെ കുറിച്ച് സമീപിച്ച് അദ്ദേഹം സ്പെഷ്യൽ തിയറി ഒക്കെ പറഞ്ഞു, അദ്ദേഹം ഗ്രാൻഡ് ഡിസൈനിനെ കുറിച്ച് പറഞ്ഞു, ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം ഒക്കെ എഴുതി. പക്ഷെ അദ്ദേഹം ഗ്രാൻഡ് ഡിസൈനിൽ അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്, ഇപ്പോൾ ഒരു കാലം എത്തിയിരിക്കുന്നു, ഈ കാലത്ത് മനുഷ്യൻ ഒരു തീരുമാനമെടുക്കണം, ഒന്നുകിൽ ദൈവം ഇല്ലെങ്കിൽ ശാസ്ത്രം. രണ്ടും കൂടി ഒന്നിച്ചു പോകാൻ സാധിക്കില്ല. ശാസ്ത്രം കൂടുതൽ അറിവുകൾ തരുമ്പോൾ, ശാസ്ത്രത്തിന്റെ ലോകം കൂടുതൽ വികസിക്കുമ്പോൾ ദൈവം അപ്രസക്തനായി കാലഘട്ടപ്പെട്ട് പിന്നോട്ട് പോകുന്നു എന്നാണ് ഹോക്കിങ്സ് പറഞ്ഞത്. അപ്പൊ രണ്ടുപേരും നോക്കുക, രണ്ടുപേരും ഡീൽ ചെയ്യുന്ന പ്രപഞ്ചത്തെ കുറിച്ചാണ്, ഇതിന്റെ പിന്നിലുള്ള സങ്കീർണതകളെ കുറിച്ചാണ്, ഈ പ്രപഞ്ചത്തെ നിർത്തുന്ന കോൺസ്റ്റൻസുകളെ കുറിച്ച്, അതിന്റെ സ്ഥിരാങ്കങ്ങളെ കുറിച്ച്, അവ തമ്മിലുള്ള ആകർഷണ വികർഷണങ്ങളെ കുറിച്ച്, ഗ്രാവിറ്റിയെ കുറിച്ച് ഒക്കെയാണ് അവർ പറയുന്നത്. വളരെ സങ്കീർണമായ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ രണ്ടുപേരും എത്തിച്ചേർന്ന നിഗമനങ്ങൾ എത്രമാത്രം വ്യത്യസ്തമായിട്ട് തീർന്നു എന്നുള്ള കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോ ഇങ്ങനെ തെളിവുകൾ നമ്മളെ വിശ്വാസത്തിലേക്കും അതേപോലെ ബോധ്യങ്ങളിലേക്കും നയിക്കുമായിരുന്നു എങ്കിൽ ഇത്രയധികം നിരീക്ഷ ചിന്തകളൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ലായിരുന്നു. ഓരോ കാലഘട്ടത്തിലും ശക്തമായ തെളിവുകൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോഴും ആളുകൾ കൂടുതൽ സന്ദേഹത്തിലേക്കും ദൈവനിരാശത്തിലേക്കും പോകുന്നു എന്നുള്ളത് നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നു. അതിന്റെ പിന്നിൽ ഇതാണ് കാരണം എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോ ഇപ്പോ പല ആളുകളും പറയുന്ന പ്രസ്താവന, ഈ ഡിസൈൻ, പ്രത്യേകിച്ച് ഇന്റലിജന്റ് ഡിസൈൻ എന്നുള്ള ആശയമൊക്കെ വളരെ ശക്തമായിട്ട് ദൈവവിശ്വാസികളായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ മുന്നോട്ട് വയ്ക്കുന്നു. വളരെ വ്യക്തമായ ഒരു രൂപകൽപ്പന നമുക്ക് എല്ലാ കാര്യത്തിലും കാണാം. അത് ഏറ്റവും ചെറിയ വസ്തുക്കളിൽ തൊട്ട് ഏറ്റവും വലിയ വസ്തുക്കൾ തൊട്ട് വലിയ സെലസ്റ്റിയൽ ഗോളങ്ങളെ നോക്കിയാലും, ഒരു മനുഷ്യന്റെ ഉള്ളിലെ ശരീരത്തിലെ കോശങ്ങളെ നോക്കിയാലും, ന്യൂക്ലിയസിനെ നോക്കിയാലും, RNA DNA ഒക്കെ നോക്കിയാലും അവിടെയൊക്കെ അതിസങ്കീർണമായ രൂപകൽപ്പന, ഡിസൈൻ കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് DNA ഉള്ള ലാംഗ്വേജ്, 4 അക്ഷരമാലകൾ ഉപയോഗിച്ച് അതിസങ്കീർണമായ ഭാഷയിൽ എത്രയോ അധികം വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓരോ കോശങ്ങളിലും. ഇത്രമാത്രം വിവരങ്ങൾ ഇത്ര ചെറിയ അളവിൽ സമാഹരിച്ചിട്ടുള്ള മറ്റൊരിടവുമില്ല. അത് അത്ഭുതകരമാണ്. അതുകൊണ്ട് ഡിസൈനിനെ കുറിച്ചൊക്കെ ആളുകൾ പറയുകയാണ്. അപ്പൊ ഡിസൈൻ വളരെ ശ്രദ്ധേയമായിട്ടൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഡിസൈനിനെ ഒരു നിരാശവാദി അല്ലെങ്കിൽ ദൈവനിഷേധവാദിയായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ സമീപിക്കുമ്പോൾ അവരിതിനെ കാണുന്നത് മറ്റൊരു ആംഗിളിലാണ്. അവർ പറയുകയാണ്, ഇപ്പോൾ നമ്മൾ കാണുന്നത് ഡിസൈൻ ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ മാത്രമാണ് എന്നാണ്. അപ്പിയറൻസ് ഓഫ് ഡിസൈൻ എന്നാണ്. ഡിസൈൻ ഇല്ലാതെ അവർക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ അത് ഡിസൈൻ ഉണ്ട് എന്ന് തോന്നൽ ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരു തോന്നൽ തരാൻ, ഒരു അപ്പിയറൻസ് ഓഫ് ഡിസൈൻ തരാനായിട്ട് എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമവാദത്തിന് സാധിക്കും എന്നൊക്കെയാണ് അവർ പറയുന്നത്. ലോറൻസ് ക്രോസിന്റെ വളരെ പ്രസിദ്ധമായിട്ടൊരു പുസ്തകമുണ്ട്, എ യൂണിവേഴ്സ് ഫ്രം നത്തിങ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ പുസ്തകത്തിലൊക്കെ അവർ പറയാൻ ശ്രമിക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ പിന്നീടൊരു ഡിസൈൻ ഉണ്ടെന്നൊക്കെ തോന്നിയേക്കാം, അതൊരു തോന്നലാണ്. ആ തോന്നൽ തരാനായിട്ട് ഇത്രയും കാലത്തെ പരിണാമം കൊണ്ട് സാധിക്കും. അപ്പൊ ഡിസൈന് ഒരു കൂട്ടം ആളുകള് ഏറ്റവും ശക്തമായ ഒരു ആയുധമാക്കി എടുക്കുമ്പോൾ ഈ ഡിസൈന് ഒരു തോന്നലായി എഴുതി തള്ളാനായിട്ട് ഒരു കൂട്ടം ആളുകൾ മറുവശത്ത് നിൽക്കുകയാണ്. അപ്പോ ഇത്ര വിചിത്രമായിട്ടുള്ള നിലപാടുകൾ എന്തുകൊണ്ട് എന്നുള്ള കാര്യം നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രപഞ്ചോൽപത്തി സംബന്ധിച്ച് അന്വേഷിക്കാനായിട്ട് ദൈവം ഒരു വഴി മാത്രമേ വെച്ചിട്ടുള്ളൂ. അത് ദൈവത്തിന് വെളിപ്പെടുത്തി തരുന്ന ഒരു വഴിയാണ്. അത് വിശ്വാസത്തിന്റെ വഴിയാണ്. ആ വിശ്വാസത്തിന്റെ വഴിയിലൂടെ നാം പോകുമ്പോൾ
ദൈവാത്മാവിന്റെ ഉറപ്പിക്കൽ നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോൾ അതൊരു വലിയ തിരിച്ചറിവായിട്ട് ബോധ്യമായിട്ട് നാം എത്തുകയാണ്. അപ്പോ ഇത് എബ്രായ ലേഖനത്തിന്റെ എഴുത്തുകാരൻ ഇത് പറയുമ്പോൾ ഈ എബ്രായ ലേഖനത്തിന്റെ പൊതു സന്ദേശത്തോട് അത് എത്രമാത്രം ചേർന്ന് പോകുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കണം. ഈ എബ്രായ ലേഖനത്തിന്റെ പശ്ചാത്തലം നമുക്കറിയാമല്ലോ. ഒരു കൂട്ടം എബ്രായ വിശ്വാസികൾ അവർ ഒരു വിശ്വാസം വിട്ടുപോകാനോ അവര് വിശ്വാസത്തിന്റെ പ്രതിസന്ധി നേരിട്ടപ്പോൾ പുനരാലോചിക്കാനോ തിരിച്ചു പോകാനോ ഒക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ. അപ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. തൊട്ട് മുമ്പുള്ള വാക്യങ്ങളിലും പറയുന്നതാണ്, നിങ്ങൾ അങ്ങനെ ഷ്രിങ്ക് ചെയ്യരുത്, നിങ്ങൾ ഒളിച്ചോടരുത്, നിങ്ങൾ വിശ്വാസത്തെ അലക്ഷ്യമാക്കരുത്, അതിനെ തള്ളിപ്പറയരുത്, ഉറച്ചു നിൽക്കുക, ധൈര്യപ്പെട്ട് നിൽക്കുക എന്ന് പറഞ്ഞിട്ടാണ് അവരോട് പറയുന്നത് ഈ പ്രപഞ്ചത്തെക്കുറിച്ച്, അതിന്റെ ഉത്ഭവത്തെക്കുറിച്ച്, അതിന്റെ പിന്നിലുള്ള കാരണത്തെക്കുറിച്ച്. അത് വിശ്വാസം വഴി നിങ്ങൾക്ക് വെളിപ്പെടുത്തി കിട്ടിയ മഹത്തായ സത്യമാണ്, അതുകൊണ്ട് അതിന് ഉറച്ചു നിൽക്കുക എന്ന് അവരോട് പറയുകയാണ്. അപ്പോ അവരോട് ഈ പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള തെളിവുകൾ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കൂ എന്നല്ല പറയുന്നത്. നിങ്ങൾ കുറച്ച് ഈ പ്രപഞ്ചം ഇത്ര സങ്കീർണമല്ല, നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്ക്, എന്നിട്ട് നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് ഉറപ്പിക്കാമല്ലോ എന്നല്ല പറയുന്നത്. നിങ്ങൾ ക്രിസ്തുവിനെ അറിയണമെന്നാ പറഞ്ഞത്. ഇതിന്റെ പ്രവർത്തിച്ചത് ക്രിസ്തുവാണ്, ഇതിനെ ചേർത്ത് വെക്കുന്നത് ക്രിസ്തുവാണ്, ഇതിനെ സംയോജിപ്പിക്കുന്നതും ഇതിനെ ഉളവാക്കിയതും അത് അവന്റെ നിയന്ത്രണത്തിൽ, അവനിലേക്ക്, അവന് വേണ്ടി, അവനാൽ ഉള്ളതാണ്. അവനെ അറിയുക, ആ അറിവാണ് വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന രീതിയിലാണ് അവിടുത്തെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് കാണാം. അപ്പോ ഈ ഇതിന്റെ ഒരു ഇംപ്ലിക്കേഷനെ കുറിച്ച് പെട്ടെന്ന് ചില ഒന്ന് രണ്ട് കാര്യങ്ങൾ, അതിന്റെ അനന്തരഫലത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. അപ്പൊ നമ്മുടെ ഈ സൃഷ്ടാവായ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ശാസ്ത്ര നിരീക്ഷണങ്ങൾ വഴി, അല്ലെങ്കിൽ തത്വശാസ്ത്രം വഴി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചർച്ചകൾ വഴി, അനുഭവം വഴി ഒന്നും ലഭിക്കുന്നതല്ല. അത് വിശ്വാസം വഴി മാത്രമാണ് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അനന്തരഫലം എന്ന് നമുക്ക് ചിന്തിക്കാം. അതിന്റെ പ്രസക്തി എന്താണ് എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ദൈവവചനത്തിലൂടെ ദൈവം വെളിപ്പെടുത്തുന്ന ഒരു സത്യം പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കുമ്പോൾ അത് ഒരു ബോധ്യമായിട്ട് മാറുന്നു, വിശ്വാസമായിട്ട് മാറുന്നു. പ്രപഞ്ചോൽപ്പത്തിയെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് അങ്ങനെയാണ് ഉണ്ടാവുന്നത്. അത് അറിവാണ്, അതാണ് വിശ്വാസവും. അപ്പോ അത് തത്വശാസ്ത്രത്തിന്റെ അന്വേഷണത്താലോ ശാസ്ത്ര അഭിരുചി കൊണ്ടോ ലഭിക്കുന്ന കാര്യമല്ല. അവിടെയാണ് റെവലേഷൻ അല്ലെങ്കിൽ വെളിപാടിന്റെ പ്രസക്തി ഉള്ളത് എന്ന് നമുക്കറിയാം. അപ്പോൾ അത് തെളിവുകളാലാണ് ഇക്കാര്യം ഉറപ്പിക്കപ്പെടുന്നത് എന്ന് കരുതിയാൽ, ഈ തെളിവുകൾ മറ്റാരെങ്കിലും തിരിച്ചു തെളിയിച്ചാൽ നമ്മുടെ വിശ്വാസം തെറ്റായി പോകും. ഇതിങ്ങനെയല്ലായിരുന്നു എന്ന് കുറെ കഴിയുമ്പോൾ തെളിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം തെറ്റിപ്പോകും. അപ്പോ അതുകൊണ്ട് ശാസ്ത്രം ഏതെങ്കിലും കാലത്ത് ചോദ്യം ചെയ്യുകയോ ഇതിന്റെ പിന്നിൽ ഇതല്ലായിരുന്നു എന്ന് കണ്ടെത്തുകയോ ചെയ്യുമ്പോൾ പൊളിഞ്ഞു വീഴുന്ന തരത്തിലുള്ള ഒരു ശാസ്ത്രാന്വേഷണത്തിന്റെ പരിധിയിലോ സ്കോപ്പിലോ പെട്ട ഒരു കാര്യമല്ല. അത് റെവലേഷന്റെ സത്യമാണ് എന്നാണ് നമ്മൾ ഓർക്കേണ്ടത്. അപ്പോ ഇതിന് അതുകൊണ്ട് ശാസ്ത്രാന്വേഷണത്തിനോ ശാസ്ത്ര അഭിരുചിക്കോ അല്ലെങ്കിൽ സയന്റിഫിക് ടെമ്പറിനോ പ്രസക്തിയില്ല എന്ന് ചിന്തിച്ചു പോരുത്. അത് അതേസമയം തന്നെ നമ്മൾ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ ഉയർത്തിക്കൊണ്ട് ദൈവത്തെ സ്ഥാപിക്കാനായിട്ടും ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഉറപ്പിക്കാനായിട്ടും ശ്രമിച്ചതുകൊണ്ട് എപ്പോഴും വലിയ ഗുണമൊന്നും കിട്ടുകയില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ തിരിച്ചറിയണം. പക്ഷെ ദൈവത്തെ സ്ഥാപിക്കാൻ, ദൈവത്തിന്റെ സവിശേഷതകളെ കുറിച്ച് പറയാനായിട്ട് കിട്ടുന്ന വേദികളും അവസരങ്ങളും അന്വേഷണങ്ങളും നമ്മൾ ഒഴിവാക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോ ദൈവം ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത് എങ്ങനെയാണ് എന്ന് ദൈവം നിഗൂഢമായി വെച്ചിട്ടുണ്ടെങ്കിൽ, നിഗൂഢമാക്കി വെച്ചുവെങ്കിൽ അതിനെ നമ്മൾ എത്ര അന്വേഷിച്ചാലും മറ്റു അന്വേഷണങ്ങൾ വഴി കണ്ടെത്താൻ സാധിക്കുകയില്ല. കാരണം നമ്മുടെ അന്വേഷണങ്ങൾ ഈ പറഞ്ഞ പോലെ ദൃശ്യമായ ലോകത്ത് നിന്ന് പോയി ഏറ്റവും ചെറിയ ദൃശ്യമായ ഒരു കണികയിലോ ഒരു സ്ട്രിങ്ങിലോ ഒക്കെ എത്തി അവസാനിക്കുമ്പോൾ അതിന്റെ അപ്പുറത്തേക്ക് എന്ത് എന്ന് നമുക്കറിയില്ല. ഇപ്പോ പ്രപഞ്ചോൽപ്പത്തിയെ കുറിച്ച് ബിഗ് ബാങ് തിയറി പറയുമ്പോൾ ഒരു സിംഗുലാരിറ്റി എന്നൊക്കെ അവർ പറഞ്ഞു നിൽക്കുമ്പോൾ അത് എന്താണെന്ന് വിശദീകരിക്കാൻ സാധിക്കാത്ത വിധം അവരുടെ എല്ലാ വിശദീകരണങ്ങളും അവിടെ നിൽക്കുകയാണ്. അതിന് അവർ ഓരോ വിചിത്രമായിട്ടുള്ള വിശദീകരണമൊക്കെ നൽകാനായിട്ട് ശ്രമിച്ചുകൊണ്ട് അവസാനിക്കുകയാണ്. കാരണം അതിന്റെ അപ്പുറത്ത് എന്തായിരുന്നു എന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. അത് ദൈവം വെളിപ്പെടുത്തുന്ന സത്യമായിട്ട് തന്നെ ഇരിക്കുകയാണ്. അത് ശാസ്ത്രത്തിന് കണ്ടെത്താൻ പറ്റാത്ത ഒരു സത്യമായിട്ടിരിക്കുകയാണ്. വിശ്വാസവും ഈ പറഞ്ഞ വിശ്വാസവും ക്രിസ്തീയ ജീവിതവും തമ്മിലുള്ള
ബന്ധം എന്താണ് എന്നുള്ളത് കൂടി നമുക്ക് ഒരു വാക്കിലൊന്ന് പറയാം. അതുകൊണ്ടാണല്ലോ എബ്രായ ലേഖനം വരുന്ന അധ്യായത്തിൽ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വളരെ ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രായോഗിക തലത്തിൽ ചിന്തിച്ചാലും നമ്മുടെ ജീവിതത്തിലെ ഒട്ടുമിക്കവാറും കാര്യങ്ങളിലും ഈ ഒരു അറിവില്ലായ്മ നമുക്കുണ്ട്, ഈ ഒരു നിഗൂഢത നമുക്കുണ്ട്. നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിയില്ല, ബോധ്യം നമുക്ക് മറ്റ് രീതികളിൽ മനസ്സിലാക്കാൻ സാധിക്കുകയില്ലാത്ത വിധം അത് അജ്ഞാതവും നമ്മുടെ കയ്യെത്താ ദൂരത്തും ഇരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ കുറിച്ചോ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് സംഭവിക്കുന്ന പരാജയങ്ങളെ കുറിച്ചോ നമുക്ക് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന അസുഖങ്ങളെ കുറിച്ചോ ഒക്കെ ചിന്തിക്കുമ്പോൾ പലപ്പോഴും അത് മറിഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ട് സംഭവിക്കുന്നു, എന്തുകൊണ്ട് ഇത് ഉണ്ടാവുന്നു, എന്തുകൊണ്ട് ദുരിതങ്ങൾ ഉണ്ടാവുന്നു, ഈ ചോദ്യങ്ങൾക്കൊന്നും നമുക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങളില്ലാതെ മറിഞ്ഞിരിക്കുകയാണ്. ദൈവം അത് വെളിപ്പെടുത്തി തന്നിട്ടില്ല, നമുക്കത് മനസ്സിലാക്കി തന്നിട്ടുമില്ല. എന്നാൽ നമുക്ക് ആവശ്യമുള്ളത് മനസ്സിലാക്കി തന്നിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു വലിയ സത്യമാണ് ഈ ഒരു ദൈവമുണ്ട് എന്നുള്ള സത്യം. ആ ദൈവമാണ് സകലത്തെയും ഉളവാക്കിയത് എന്ന സത്യം. സകലവും അവന്റെ നിയന്ത്രണത്തിലാണെന്നും അവനാണ് നിയന്താവ് എന്ന സത്യം. അതുകൊണ്ട് നമുക്ക് അവരോട് ഉത്തരവാദിത്വമുണ്ടെന്നും അവരോട് കണക്ക് കൊടുക്കേണ്ടവരാണ് നമ്മളെന്നും അവരുമായിട്ട് ഒരു ബന്ധവും അവരുമായിട്ട് സജീവമായിട്ടുള്ള ഒരു തുടരുന്ന ഒരു ആത്മാവിന്റെ ബന്ധവും സാധ്യമാണ് എന്നുള്ള കാര്യമൊക്കെ ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. അത് മതി, നമുക്ക് ജീവിക്കാൻ അത് ധാരാളം മതി. നമ്മൾ പലപ്പോഴും ഈ വെളിപ്പെടാത്ത അറിയാത്ത തലങ്ങളിൽ വെറുതെ നമ്മുടെ സമയവും നമ്മുടെ ഊർജ്ജമൊക്കെ ചെലവഴിച്ച് നമ്മൾ അതിൽ വല്ലാതെ വേവലാതിപ്പെടുകയും ആകുലതപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സന്ദേശമാണ് എബ്രായ ലേഖനത്തിന്റെ 11-ാം അധ്യായത്തിലെ ഈ വിശ്വാസ വീരന്മാർ എന്ന് വിളിക്കുന്ന ആളുകളൊക്കെ അവരുടെ ജീവിതത്തിൽ ചെയ്തത്. ചിലർ അസാധാരണ കാര്യങ്ങൾ ചെയ്തു, ചിലർ സാധാരണ കാര്യങ്ങൾ ചെയ്തു. പലരും ചെയ്തത് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അവർ ചെയ്തത് ഈ കാര്യമാണ്. അവരുടെ ജീവിതത്തിന്റെ സവിശേഷമായ സാഹചര്യങ്ങളിലൂടെ അവർ കടന്നുപോയപ്പോൾ ഉത്തരമില്ലാത്ത നിരവധി ചോദ്യങ്ങൾ അവരുടെ മുമ്പിലേക്ക് വന്നപ്പോൾ അവര് അതിൽ പതറുകയല്ല, ഉത്തരം ലഭിച്ച കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉത്തരമില്ലാത്തതിനെ അവർ സമീപിക്കുകയാണ് ചെയ്തത്. അത് മതിയായിരുന്നു അവർക്ക്. അതായിരുന്നു അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയ സത്യം എന്ന് പറയുന്നത്. അപ്പോ എല്ലാം പ്രതികൂലമാകുന്ന വേളകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ യുക്തിക്കോ ശാസ്ത്രത്തിനോ ആശയങ്ങൾക്കോ ഇടപെടലുകൾക്കോ ചരിത്രത്തിനോ ഒന്നും നമുക്ക് ആശ്വാസവും ഉത്തരങ്ങളും തരാൻ കഴിയാതിരിക്കുമ്പോഴും നമ്മുടെ ഈ വിശ്വാസം നമ്മൾ നിലനിർത്തുന്ന വിശ്വാസമാണ്. ബൈബിളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം ഏത് എന്ന് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ബൈബിളിലെ വാക്യങ്ങൾക്ക് അങ്ങനെ പ്രാധാന്യത്തിന്റെ പേരിൽ ഏറ്റക്കുറിച്ചിലുണ്ടോ എന്നൊക്കെ തിരിച്ചും ചോദിക്കാറുണ്ട്. എങ്കിലും ഒരു തരത്തിൽ പറഞ്ഞാൽ ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം എന്ന് പറയുന്നത് ബൈബിളിന്റെ ആരംഭ വാക്യം തന്നെയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം, ആദിയിൽ ദൈവം എന്നുള്ള പ്രസ്താവന. ആദിയിൽ ദൈവം, ഒരു ദൈവം ഉണ്ട്. ആ ദൈവം ആണ് കാരണക്കാരൻ. ആ ദൈവമാണ് എല്ലാത്തിൻ്റെയും പിന്നിലുള്ളവൻ. അവനാണ് സകലത്തെയും നിർമ്മിച്ചവൻ. അവനാണ് സകലത്തിൻ്റെയും നിയന്താവ്. അവന്റെ സംവിധാനമനുസരിച്ച് അവന്റെ നിയന്ത്രണത്തിൽ സകല കാര്യങ്ങളും ഇരിക്കുന്നു എന്നുള്ള പ്രസ്താവന, അതിനേക്കാൾ മികച്ച ധൈര്യം നൽകുന്ന, ഉറപ്പ് നൽകുന്ന മറ്റൊരു പ്രസ്താവനയില്ല. അത് ദൈവം വെളിപ്പെടുത്തുന്ന പ്രസ്താവനയാണ്. അത് റെവലേഷനാണ്. അത് ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കുമ്പോൾ നമുക്ക് എത്ര വലിയ നങ്കൂരം ഉറപ്പിച്ചതുപോലെയുള്ള ധൈര്യമാണ് നമ്മുടെ ജീവിതത്തിന് അത് നൽകുന്നത് എന്നുള്ള കാര്യം ഓർക്കാം. അപ്പോൾ അങ്ങനെയുള്ള എത്രയോ ആളുകൾ വിശ്വാസത്തിന്റെ പേരിൽ ആ കാര്യം ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ള കാര്യം ഓർക്കാം. അപ്പോൾ ചിലപ്പോഴൊക്കെ ഈ സംവാദങ്ങൾ കാണുമ്പോൾ എത്ര വ്യത്യസ്തമായിട്ടാണ് ആളുകൾ പ്രതികരിക്കുന്നത് കാണുമ്പോൾ ഇതാണ് അതിന്റെ പിന്നിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. ഏറ്റവും പഴയ ഒരു സംവാദത്തെ കുറിച്ച് പറഞ്ഞാൽ ബെർട്രൻഡ് റസലും അതേപോലെ തന്നെ ഫെഡറിക് കോപ്പിൾസ്റ്റൺ എന്ന് പറഞ്ഞ ഒരു അച്ഛനും തമ്മിൽ ഒരു പുരോഹിതനും തമ്മിൽ നടത്തിയ സംവാദം, അത് വളരെ ചരിത്രപ്രസിദ്ധമായ സംവാദം 1948 അതില് ദൈവത്തെക്കുറിച്ച് ദൈവവിശ്വാസത്തെക്കുറിച്ചൊക്കെ കോപ്പിൾസ്റ്റൺ വളരെ ആചാരമായിട്ട് സംസാരിച്ചു. റസല് അതിന് പ്രതിവാദമായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നീട് ചരിത്രത്തിൽ അങ്ങനെ ഒരുപാട് സംഭവം നടന്നു. വില്യം ലെയ്ൻ ക്രെയ്ഗും അതേപോലെ ബെൻ ഷാപ്രോയും നടന്നത് വളരെ വളരെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള മറ്റൊരു സംവാദമാണ്. അതൊക്കെ യൂട്യൂബിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. എത്രയോ ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടൊരു സംവാദമാണ്. അതിൽ വില്യം ലെയ്ൻ ക്രെയ്ഗ് വളരെ സുന്ദരമായിട്ട് ദൈവത്തിന്റെ
പിന്നെ പ്രസൻസിനെ കുറിച്ച്, ദൈവത്തിന്റെ സാങ്കത്യത്തെ കുറിച്ചൊക്കെ അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ അതിനെ നിസ്സാരമായ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് തള്ളിക്കളയുന്ന ബെൻ ഷാപ്രോയെ മറുവശത്ത് കാണാനായിട്ട് സാധിക്കും. നമുക്ക് വളരെ എന്ത് വിചിത്രമാണ് എന്ന് തോന്നിപ്പോകും. അതേപോലെ തന്നെ ഡാനിയൽ ഡെന്നറ്റും ആൽവിൻ പ്ലാന്റിംഗ് നമ്മളിപ്പോൾ പറഞ്ഞ ആളുമായിട്ട് നടത്തിയ സംവാദങ്ങളുണ്ട്. ക്രിസ്റ്റഫർ ഹിച്ചൻസും ജോൺ ലെനക്സും നടത്തിയ സംവാദങ്ങളുണ്ട്. ഈ സംവാദങ്ങളൊക്കെ നടത്തി കഴിയുമ്പോൾ ഈ ആളുകൾ അവരുടെ അവിശ്വാസത്തിൽ കൂടുതൽ ഉറയ്ക്കുന്ന പോലെ തോന്നുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാല് ഇതൊരു റെവലേഷനാണ്. ഇത് ശാസ്ത്രത്തിന്റെ ഭാഷ ഉപയോഗിച്ച് കണ്ടെത്താൻ സാധിക്കുന്നതിന്റെ അപ്പുറത്തുള്ള തലമാണ്. അപ്പോൾ കർത്താവ് നമ്മളോട് പറഞ്ഞ കർത്താവ് പറഞ്ഞ പ്രസ്താവന അതെത്ര വാസ്തവമാണ് നമുക്ക് വീണ്ടും ഓർക്കാം. പിതാവേ, ഈ വലിയ സത്യങ്ങൾ ഇത് ജ്ഞാനികൾക്ക് മറച്ചു വെക്കുകയും ശിശുക്കളായ ഞങ്ങൾക്ക് അവിടുന്ന് മനസ്സിലാക്കി തരികയും ചെയ്തത് എത്ര അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറയാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിന്റെ ഏത് അവസ്ഥകളിലേക്ക് നാം കടന്നു പോകുമ്പോഴും ദൃശ്യം ആയിട്ടുള്ള കാര്യങ്ങൾ അവസാനിക്കുകയും അദൃശ്യമായിട്ടുള്ള കാര്യങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നിടത്ത് നമുക്ക് ദൈവത്തിന്റെ വെളിപാടിൽ വിശ്വസിക്കാം. അത് നമുക്ക് നൽകുന്ന ധൈര്യത്തിൽ നമുക്ക് ഉറയ്ക്കാം. അതിനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു. നന്ദി ബിനിചേട്ടാ. സങ്കീർണമായിട്ടുള്ള വിഷയം ലളിതമായി അവതരിപ്പിക്കാൻ ശ്രമിച്ചതിന് നന്ദി പറയുന്നു. പൂർണ്ണമായിട്ട് വിഷയം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആരും നിരാശപ്പെടേണ്ടതില്ല. കാരണം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തിന് നന്ദി പറയാം. നമ്മൾ വായിച്ചു കേട്ടത് ഇങ്ങനെയാണ്: ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. നമ്മൾ കേട്ടതുപോലെ ദൃശ്യമായ ഈ ലോകത്തിന്റെ, ദൃശ്യമായ ഈ സൃഷ്ടപ്രപഞ്ചത്തിന്റെ എല്ലാം പിന്നിലുള്ള കാരണങ്ങൾ തേടി ലോകത്തിലെ മനുഷ്യൻ ശാസ്ത്രാന്വേഷണം നടത്തുമ്പോൾ അത് ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകാൻ കഴിയാതെ വഴിമുട്ടി നിൽക്കുമ്പോൾ നിഗമനങ്ങളിലേക്ക്, അനുമാനങ്ങളിലേക്കൊക്കെ മനുഷ്യൻ പോവുകയാണ്. അത് പലപ്പോഴും പരാജയപ്പെടുകയാണ് എന്ന് കാണാനായിട്ട് കഴിയും. എന്നാൽ അങ്ങനെ ഒരു ലോകത്ത് വളരെ ലളിതമായിട്ടുള്ള ഈ സത്യം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നു. നമുക്ക് അത് അങ്ങനെ ഈ പ്രപഞ്ചം, ഇത്ര സങ്കീർണമായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ഈ പ്രപഞ്ചം അത് നമ്മുടെ ദൈവമാണ് ഉണ്ടാക്കിയത്. ഇന്നും ജീവിക്കുന്ന ദൈവം അവിടുത്തെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ പ്രപഞ്ചവും അതിലുള്ളതൊക്കെയും എന്ന് നമ്മൾ അറിയുന്നത് അത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നത് കൊണ്ടാണ്. അത് നമ്മുടെ അറിവായിട്ട് മാറുമ്പോൾ, അത് ബോധ്യമായിട്ട് മാറുമ്പോൾ അതിനെയാണ് നമ്മൾ വിശ്വാസം എന്ന് വിളിക്കുന്നത്. ആ വിശ്വാസം നമുക്ക് നൽകിയത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ലളിതമായ സത്യമാണെങ്കിലും ലോകത്തിലെ അനേകം ആളുകൾക്കും, ലോകത്തിലെ ജ്ഞാനികൾക്ക് അനേകർക്കും ഇന്നും അത് മനസ്സിലാകുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അതിന്റെ കാരണത്തെക്കുറിച്ച് നമ്മൾ കേട്ടല്ലോ. ദൈവം അത് ചിലർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. അദൃശ്യമായ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ അറിവ് നീളുമ്പോൾ അത് യുക്തിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമല്ല, മറിച്ച് അത് നമ്മുടെ അറിവാണ്. അത് യഥാർത്ഥമായിട്ടുള്ള അറിവാണ്. ദൈവം നമുക്ക് വെളിപ്പെടുത്തിയ അറിവാണ് എന്നോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം.